ചിരിക്കേണ്ടത് ചിരിക്കണ്ടേ, കരയേണ്ടത് കരയണ്ടേ, ദേഷ്യം വരുന്നത് ദേഷ്യം വരണ്ടേ. എന്നാൽ അനാവശ്യമായി ദേഷ്യം വരരുത്, അനാവശ്യമായി കരയരുത്, അനാവശ്യമായി ചിരിക്കരുത്. എങ്ങനെയാ സോഫ്റ്റിനാകുക? സോഫ്റ്റിന്റെ സ്പെല്ലിംഗ് എന്താ? S എന്ന് പറഞ്ഞാൽ സ്മൈൽ, പുഞ്ചിരിക്കുക കേട്ടോ. രാവിലെ നിങ്ങളെ വിളിക്കാൻ വേണ്ടി, രാവിലെ എണീറ്റില്ലേ നിങ്ങളെ വിളിക്കാൻ വേണ്ടി വരുന്ന അച്ഛന്റെ അമ്മേന്റെ മുഖം നോക്ക്, എങ്ങനെ ഉണ്ടാവുക? കുളാമെന്ന് വീണ കുടച്ചക്കനെ പോയി ആക്കിയിട്ടാ വീഴ നിങ്ങളാ. അപ്പൊ ഇത് പറയണം, ഒന്ന് ചിരിച്ചോണ്ട് വന്നാൽ എന്താമേ, നിങ്ങൾക്ക് ടാക്സ് ഒന്നും നടക്കണ്ടല്ലോ ചിരിക്കുമ്പോൾ, ഒന്ന് പുഞ്ചിരിക്കുക, സ്മൈൽ. മനസ്സിലായോ? ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്താനം പറയും. നിങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അച്ഛനമ്മമാരോട് പറയാൻ പറ്റും കേട്ടോ. അല്ലാതെ നിങ്ങള് വീട്ടുകാരോടൊന്നും പറയില്ല, എന്നിട്ട് ആരോടൊന്നും പറഞ്ഞാൽ അവരത് മുതലെടുത്തിട്ട് നിങ്ങൾക്ക് ആപത്തുണ്ടാക്കും. അതുകൊണ്ട് അച്ഛനമ്മമാരോട് ഹൃദയം തുറക്കാൻ നിങ്ങളുടെ വീട്ടില് TV പൂട്ടുക, മൊബൈൽ പൂട്ടുക, കമ്പ്യൂട്ടർ പൂട്ടുക, എല്ലാം പൂട്ടുക. എന്നിട്ട് വീട്ടിൽ വരാന്തി എല്ലാം പൂട്ടിയിട്ട് അച്ഛന്റെ കയ്യിലും അമ്മേന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഒന്നും ഉണ്ടാവും. എന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് കുറച്ചു നേരം ഹൃദയം തുറന്ന് വർത്തമാനം പറയാൻ അരമണിക്കൂർ നിങ്ങൾ പിരീഡ് നിശ്ചയിക്കും. എല്ലാവരും എത്ര മണിക്കാ വീട്ടിൽ വരിക? ആ സമയത്ത് അരമണിക്കൂർ അപ്പൂപ്പനും വേണം, അമ്മൂമ്മയും വേണം, അമ്മാവനും വേണം, വീട്ടിലുള്ളവരെല്ലാം വട്ടത്തിൽ ഇരുന്ന് വർത്തമാനം പറയും. മനസ്സിലായോ? ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറക്കുക. മനസ്സിലായോ? പിന്നെ വർത്താനം പറയുമ്പോ F എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ലീനിങ്. വർത്താനം പറയുമ്പോ അഹന്തയിൽ ഇങ്ങനെ നിൽക്കരുത്, അഹന്ത പാടില്ല, ഒന്ന് മുന്നോട്ട് കുനിയ. എന്താ എന്താ അല്ലെ? നിങ്ങളുടെ വീട്ടിലൊരു ചെറിയ കുട്ടി വന്നു അല്ലെ, LKG പഠിക്കുന്ന ഒരു കുട്ടി വന്നു. നിങ്ങള് ഞാൻ അപ്പൊ ഒരു +2ന്റെ ആൺചക്ക്, അപ്പൊ ഓൻ പറയാ ഞാൻ ഫുൾ A+, ഞാൻ മണ്ണൂല പാടാ. കുട്ടീനെ എടുത്താൽ പറ്റുമോ? നമ്മൾ കുട്ടിയിലേക്ക് താനാലേ കുട്ടി നമ്മളിലേക്ക് പോയി. അതുകൊണ്ട് മുന്നോട്ട് കുനിയണ്ടേ, ഫോർവേഡ് ലീൻ. മനസ്സിലായോ? ടച്ച്, അച്ഛനും അമ്മനെയും തൊടണം. എങ്ങനെ? അവരുടെ അടുത്തിരിക്കണം, ഒന്ന് ചുമലിൽ കൈവെക്കണം. നിങ്ങളോട് പറയണം, രാവിലെ അച്ഛനും അമ്മയും നിങ്ങളെ തൊട്ടിട്ടേ വിളിക്കാവൂ, ദൂരേന്ന് വിളിക്കരുത്. സ്കൂൾ ബസ് വരുന്ന സമയമായി, അടുപ്പത്തൊന്നും ആയിട്ടില്ല, ചെക്കനാണ് ഗണിയിട്ടിട്ടില്ല, അങ്ങനെ. ഇതാണ് പല വീട്ടൊന്നും രാവിലെ തന്നെ പാലങ്കേനായാലും ജോസ് പ്രകാശും ഈരിക്കാടൻ ജോസും ആവും അച്ഛനും അമ്മയും അല്ലേ. അത് മാറിയിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഒന്ന് തൊട്ട് വിളിക്കണം എന്ന് പറയും കേട്ടോ. ടച്ച്, ചേർത്തിരിക്കുക, അച്ഛൻ്റെ അമ്മേന്റെ അടുത്ത് ചേർന്നിരിക്കുക. എന്നിട്ട് ഇടയ്ക്ക് അപ്പൂപ്പന്റെ അടുത്ത് പോയിരുന്നിട്ട് അപ്പൂപ്പന്റെ പുറത്തൊന്ന് മാന്തി കൊടുത്തു. ഈ പുറം കണ്ടുപിടിച്ച ചൊറിയ മാത്രം. ഇവിടെ കൈകൊണ്ട് കാലോണ്ടല്ല നമുക്ക് പല ഉപകാരമില്ലേ. എന്നാ ഏറ്റവും കൂടുതൽ സ്പേസ് പോകുന്ന പുറത്തിനല്ലേ. അതിനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? അത് മാന്ത്രം മാത്രം ഉണ്ടാക്കിയതാ. മനസ്സിലായോ? ഒന്ന് മാന്തി കൊടുക്കുക. ടച്ച്, ഈ ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താനം പറയും കേട്ടോ. അച്ഛനും അമ്മയും മക്കളും വട്ടത്തിൽ ഇരുന്നിട്ട്, ഇന്നലെ സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ സമ്മേളനത്തിന്റെ പേരെന്താണെന്നറിയോ? വട്ടമേശ സമ്മേളനം അല്ലേ. വട്ടമേശ സമ്മേളനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും എല്ലാവരുടെ കണ്ണും കാണാം. അതാ വട്ടമേശയുടെ പ്രത്യേകത. അച്ഛന്റെയും അമ്മയുടെയും കണ്ണിൽ നോക്കി വർത്തമാനം പറയാം. കണ്ണിലാണ് പ്രതീക്ഷകൾ, ആഴങ്ങൾ, സൗന്ദര്യം. കണ്ണു നോക്കിയിട്ടല്ലേ ആധാർ കാർഡിൽ ഫോട്ടോ എടുക്കുന്നു. കണ്ണല്ലേ പ്രധാനം. കണ്ണു നോക്കിയിട്ടാ പട്ടി പേരിടുക. അക്ഷീന്ന് അവസാനിക്കുന്ന എത്ര പേരുണ്ടായിരുന്നു അറിയാം? പണ്ട് ഇപ്പൊ ഇല്ല. അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്. മീനാക്ഷി, അമ്പുരാക്ഷി, കമലാക്ഷി അല്ലേ. കണ്ണ് താമരപ്പൂവിന്റെ ഇതൾ പോലുള്ള കണ്ണുള്ളവൾ. വിശാലാക്ഷി, വിശാലാക്ഷി എന്ന് പറഞ്ഞാൽ വലിയ കണ്ണുള്ളവൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണാ സൗന്ദര്യം, അതുകൊണ്ട് അവരെ വിശാലാക്ഷി എന്ന് വിളിക്കും. പക്ഷെ ആണുങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം, അതുകൊണ്ട് ആണുങ്ങളെ കുഞ്ഞിക്കണ്ണ എന്ന് വിളിക്കും. വിശാലാക്ഷിയും കുഞ്ഞിക്കണ്ണനും അല്ലെ. മഞ്ജു വാര്യരുടെ കണ്ണിന് ലേശം വലിപ്പം കുറവായതുകൊണ്ട് അതിലും വലിയ കണ്ണുള്ള കാവ്യമാധവന്റെ അടുത്തേക്ക് മറ്റേ വിദ്വാൻ പോയി. അപ്പൊ അതാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കണ്ണിൽ നോക്കി വർത്തമാനം പറയാ. മനസ്സിലായോ? അച്ഛനും അമ്മയും നിങ്ങളുടെ കണ്ണിൽ നോക്കാത്തതിന്റെ ദുരന്തം ഞാൻ പറഞ്ഞ ഒരു കഥ പറയാം. ഈ രാജ്യത്ത് ഏറ്റവും വലിയ ദുരന്തമുണ്ടായത് അമ്മ മക്കളുടെ കണ്ണിൽ നോക്കാത്തതുകൊണ്ട്. അറിയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം ഏതാ? കുരുക്ഷേത്ര യുദ്ധം അല്ലേ. ലക്ഷക്കണക്കിനാണ് മരിച്ചില്ലേ മഹാഭാരത യുദ്ധം. ആ യുദ്ധത്തിന് കാരണക്കാര് കൗരവന്മാരെ തോന്നിയതല്ലേ. ഈ കൗരവന്മാരുടെ അച്ഛൻ ജന്മനാ കണ്ണു കാണൂല. ആര്? ധൃതരാഷ്ട്രൻ.
ജന്മനാ കണ്ണു കാണില്ല. ഇയാള് കല്യാണം കഴിക്കുമ്പോ കല്യാണ പന്തലിൽ കയറുമ്പോഴാണ് സുബലന്റെ ഗാന്ധാരത്തെ രാജകുമാരി ഗാന്ധാരിക്ക് മനസ്സിലായത് ഭർത്താവ് അന്ധനാണെന്ന്. തന്നെ പറ്റിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രകോടി പറച്ചു ചീന്തി കണ്ണു കെട്ടിയിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് കാണാത്ത ലോകത്തിൽ ഞാനും കാണുന്നില്ല. 100 എണ്ണത്തിനെ പറ്റി ഒന്നിനെ നോക്കിയ, ഒരൊറ്റ കുട്ടീന്റെ കണ്ണിൽ നോക്കിയ ഈ 100 കുട്ടികൾ നല്ല കുട്ടികളെ കേട്ടാ. 100-ൽ ഏറ്റവും മൂത്തോന്റെ പേരെന്താ? സുയോധനൻ ആയിരുന്നില്ല. എന്താണെന്നറിയോ? സുയോധനൻ ആയിരുന്നു. സുയോധനൻ. പക്ഷേ എന്ന് പറഞ്ഞാലും നല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല കുട്ടികളായിരുന്നു. പക്ഷെ ദുഷിച്ച് ദുര്യോധനായി, ദുശാസനായി, ദുശ്ശേരയായി. അല്ലേ? എന്തുകൊണ്ടാ? ഭർത്താവോ മക്കളെ നോക്കാൻ കഴിയില്ല. എന്നാ ഭാര്യ ഭർത്താവിന്റെ കണ്ണാവണ്ടേ? ഈ മക്കളുടെ കണ്ണിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നോക്കണ്ടേ? പഴയൊരു സിനിമ പാട്ടുണ്ട്, ഭർത്താവ് കണ്ണു കാണില്ല, ഭാര്യക്ക് കണ്ണു കാണും. എന്നിട്ട് ഭർത്താവ് ഭാര്യയെ കൂടി പാടുന്ന ഒരു പാട്ട് കേൾക്കണമെങ്കിൽ, കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. അപ്പൊ ഭാര്യ പാടുക, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരി, കണ്ണായി ഞാനുണ്ടല്ലോ ചാരി എന്ന് പാടാതെ കണ്ണും കെട്ടി നടന്നു. മുഴുവൻ കുട്ടികളുടെ വൃത്തികെട്ട സ്വഭാവമായി. അങ്ങനെ 100 മരിച്ചു. മരിച്ചിട്ട് ഈ അച്ഛനും അമ്മയും മരിച്ചിട്ട് ഒന്ന് ചിതക്ക് കൊള്ളി വെക്കാൻ ഒന്ന് ബാക്കിയായ. എന്നിട്ട് ഇവര് കാട്ടിലേക്ക് ഓടിപ്പോയിട്ട് കാട്ടുതീയിൽപ്പെട്ട് വെന്ത് മരിച്ചു. കണ്ണിൽ നോക്കുന്ന കുടുംബം ഉണ്ടാവണം നിങ്ങളുടെ വീട്ടിൽ. ഐ കോണ്ടാക്ട്. മനസ്സിലായോ? ഈ എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ നോഡിങ്, തലകുലിക്കണം. ആരെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലായാൽ ഈഗോ കൊണ്ട് ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന ഈഗോ വേണ്ട. ശരിയാ ശരിയാ, സത്യം ഉള്ള കാര്യം പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവണം കേട്ടോ. ഈഗോ വേണ്ട, തലകുലിക്കണം. തലകുലിക്കണമെന്ന് മനസ്സിലായ? കുറച്ചാൾക്ക് മനസ്സിലായി. തലകുലിക്കണമെന്ന് മനസ്സിലായ? കുറച്ചുകൂടി മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. എന്നാൽ കുറെ ആള് അവർക്ക് മനസ്സിലായോ? തല വിൽക്കണമെന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, സോഫ്റ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ EQ. അടുത്തത് PQ. എന്താ PQ? നിങ്ങൾക്കൊരു പാഷൻ വേണം. ഏതിനോടൊന്നും ഒരു ഇഷ്ടം വേണം. ഒന്നുകിൽ പൂക്കൾ ഉണ്ടാക്കാൻ, അല്ലെ മാല കോർക്കാൻ, അല്ലെ ഒരു പാട്ട് പാടാൻ, അല്ലെ കവിത എഴുതാൻ, അല്ലെ കഥ പറയാൻ, അല്ലെ കൃഷി നടത്താൻ, അല്ലെ ചെടി നടാൻ, അല്ലെങ്കിൽ ആളുകളെ സഹായിക്കാൻ, അല്ലെങ്കിൽ സ്നേഹിക്കാൻ, അല്ലെ ഭക്ഷണം ഉണ്ടാക്കാൻ. എന്തെങ്കിലും ഒരു പാഷൻ വേണമല്ലോ. അല്ലാതെ ചില ആള് പറയും, ചില കുട്ടികളെ കൊണ്ട് ആടേണ്ടപ്പാ ഒരു കുട്ടി ഒരു ഗുണത്തിനും ഇല്ല, ഒരു ദോഷത്തിനും ഇല്ല. പിന്നെന്തിനാ ഒരു കുട്ടി? ഒരു ഗുണത്തിനും ഇല്ല, ദോഷത്തിനും ഇല്ല, പിന്നെന്തിനാ? അതുകൊണ്ട് നിങ്ങൾക്കൊരു പാഷൻ വേണം. വേണ്ടേ? അതാണ് പാഷണൽ ക്വോഷ്യന്റ്. കവിത ചൊല്ലണം, പാട്ട് പാടണം, പുസ്തകം വായിക്കണം, കഥ പറയണം, കഥ വായിക്കണം. മനസ്സിലായോ? PQ എന്നാ പറയാ. അടുത്തത് സ്പിരിച്വൽ ക്വോഷ്യന്റ്. ധാർമ്മിക മൂല്യങ്ങൾ വേണ്ടേ? എന്താ? സത്യം വേണ്ടേ? സത്യസന്ധത വേണ്ടേ? മനുഷ്യരുണ്ടായതിനു ശേഷമേ സത്യത്തെ പറ്റി ചിന്തിച്ചിട്ടുള്ളൂ. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു, ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി? എത്ര വയസ്സ് സത്യത്തിന്? മനുഷ്യന് ബുദ്ധിയുള്ള അത്രയും കാലമാണ് സത്യത്തിന്റെ വില. സത്യമേ പറയാവൂ, നന്മ ചെയ്യുക. അത് ഖുർആനും ബൈബിളും ഗീതയും രാമായണവും വായിച്ചുകൊണ്ട് മാത്രം ധാർമ്മിക മൂല്യം ഉണ്ടാവില്ല. ധാർമ്മിക മൂല്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ഫിലോസഫി ഉണ്ടാകണം. അതാണ് സ്പിരിച്വൽ ക്വോഷ്യന്റ്. അടുത്തത് സോഷ്യോ ക്വോഷ്യന്റ്. സാമൂഹ്യ ബോധം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഇരിക്കുമ്പോ റോഡിലൂടെ ഒരാൾ പോകുമ്പോ അതാരാ പോകുന്നത്? അത് സബാസ്റ്റ്യനാ. ഓ മഹാ ഉദ്യോഗം. കുറച്ച് കഴിഞ്ഞിട്ട് ആരാ പോകുന്നത്? അത് നാരായണൻകുട്ടിയാ. ഓ മഹാ ഉദ്യോഗം. പിന്നെ ആരാ? ബഷീറോ? ഈ ഒന്നിനും കൊള്ളൂല. പഞ്ചായത്ത് മുമ്പത് മഹാബദ്ധോ, പ്രസിഡന്റ് തീരെ പോക്ക്, MLA പോക്ക്, മന്ത്രി പോക്ക്, മുഖ്യമന്ത്രി പോക്ക്, സകലരും പോക്ക്. ലോകത്ത് എല്ലാരും പോക്കാ. ഒരാളെ ഉള്ളൂ നല്ലേ. അതാരാ? ഞാൻ. ഈ ഭാവമാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നും ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ.
ഈ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അടി നടത്തുന്ന കുട്ടികളെല്ലാം ഈ സ്വഭാവമുള്ളവരാ. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അവരാണ് എന്റെ മതം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി, എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ രാജ്യം മാത്രം ശരി എന്ന് പറയുന്നത്. അതിന്റെ പേരിലാണ് മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കുന്നത്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ മനോഭാവം. അത് പാടില്ല. പിന്നെ അടുത്ത മനോഭാവം എന്താ? എന്തിനും കുറ്റം പറയുന്ന രക്ഷിതാക്കൾ അല്ലേ? 50-45 മാർക്ക് വാങ്ങി പോയാൽ കിട്ടിയ 45 വിഷയിക്കേണ്ടി വരുവാ? ഇല്ല. അതേത് 5 തെറ്റിച്ചെന്നാ കേൾക്കുക. കിട്ടാത്ത 5 വില, കിട്ടിയ 45 വിലയില്ല. അങ്ങനെ എല്ലാറ്റിനും കുറ്റം പറഞ്ഞ് ആ കുട്ടിക്ക് തോന്നുക ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. എന്നൊന്നിനും കൊള്ളൂല, നിങ്ങളെല്ലാം വലിയാണ്. അത്തരക്കാരെ ഇവിടെ ഭൂരിപക്ഷം ഇരിക്കുന്നത്. ഞാൻ ഏത് സ്കൂളിൽ പോയാലും ഒരാൾ സ്റ്റേജിലേക്ക് കയറി വരാൻ പറഞ്ഞാൽ ടക്കെന്ന് പറഞ്ഞിട്ട് ഒരാൾ കൂടി കയറും. എന്നാൽ നിങ്ങള് ഇവിടെ കുറെ നേരം ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഒരാൾ കയറി വന്നത്. അതുവരെ എല്ലാരും അയ്യോ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, നീ ബോർഡ് എന്ന് പറയുന്നത് ഈ സ്വഭാവം കൊണ്ടാ. ഇതിനെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ഐ ആം ഓക്കെ എന്ന് പറയണം. വേണ്ടേ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്നുള്ള മനോഭാവം വേണ്ട. മൂന്നാമത്തെ മനോഭാവില് അവരാരെങ്കിലും ഈ ഇവിടെ ഉണ്ടെങ്കിൽ അവരാ ക്ലാസ് മുറിച്ചറിയും. ആരാന്നറിയോ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പോക്കാം, നിങ്ങളും പോക്കാം, ലോകം മൊത്തം പോക്കാം. ഇത് അറിയാവില്ല. എന്തിനും കുറ്റം പറയുന്ന ടീം. അവര് ഈ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തിരുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഈ ലോകം പൊറുക്കും കേട്ടോ. എന്നാൽ ഈ മൂന്നും വേണ്ട. പകരം നമുക്ക് എന്താ വേണ്ടേ? ഐ ആം ഓക്കെ, ഞാനും കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. ഈ ലോകത്ത് മനുഷ്യനായി ജനിച്ചതിന് ഒരു ഭാഗ്യല്ലേ? നമ്മളിപ്പോ ഒരു അരങ്ങായിട്ട് ജനിച്ചെങ്കിൽ നമുക്ക് ഈ ലോകയും യേശുദാസിന്റെ പാട്ട് കേൾക്കാനാവുമല്ലോ. ഇന്ന് അവാർഡ് കിട്ടിയ ആട് ജീവിതത്തിൽ പൃഥ്വിരാജിനെ കാണാനാവുമല്ലോ? പറ്റൂലല്ലോ. ഇല്ല. നമുക്ക് ഈ ലോകം നല്ലതാണ്. 90 വയസ്സ് വരെ ജീവിക്കുന്നത് വിചാരിക്കും. ആ 90 വയസ്സ് വരെ മനുഷ്യനായി ജീവിക്കാൻ പറ്റിയല്ലോ. എന്നിട്ട് വെറുതെ സമയങ്ങളല്ല കേട്ടോ. 35 കൊല്ലം നമ്മൾ ഉറങ്ങിപ്പോയി കേട്ടോ. 90 വയസ്സ് വരെ ജീവിക്കുമ്പോ എത്ര കൊല്ലം ഉറങ്ങും? ഒരു ദിവസം 8 മണിക്കൂറിലെ ഉറക്കം. അപ്പൊ 24 8 എന്ന് പറഞ്ഞാൽ 3-1 അപ്പൊ 90ന്റെ 3-1 എത്രയാ? 30. എന്നാ ചെറിയ കുട്ടിയായിരിക്കുമ്പോ കുറച്ച് ജാസ്തി ഓർമ്മൂലേ? ഒരു 60-70 കഴിഞ്ഞാലും ജാസ്തി ഓർമ്മൂലേ? അപ്പൊ 5 കൊല്ലം എക്സ്ട്രാ കൂട്ടണ്ടേ? അപ്പൊ 35 കൊല്ലം നമ്മൾ ഓർക്കാം. ബാക്കി 55 കൊല്ലം മനുഷ്യനായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുള്ളൂ. നമ്മൾ അറിയില്ല നമ്മളുള്ളത്. അടുത്ത് കിടക്കുന്ന ആളെ അറിയും നമ്മൾ എന്തെന്ന് കൂർക്കമ്പലി കേട്ടിട്ട്. 35 കൊല്ലം ഓർക്കുന്നുണ്ടോ നമുക്ക് തിരിയാത്തത്? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഓർക്കുന്ന കൊണ്ടാ, ഹോൾസെയിൽ ആയിട്ട് കൂട്ട്. 35 കൊല്ലം നമ്മൾ ഓർക്കാം. 55 കൊല്ലം നമ്മൾ ബോധത്തോടെയുള്ളൂ. ആ 55 കൊല്ലത്തിൽ 10 കൊല്ലം ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കണം. ഭക്ഷണം ശേഖരിക്കാനും പാചകം ചെയ്യാനും തിന്നാനും പാത്രം കഴുകാനും പള്ളിക്കുള്ളിൽ കുത്താനും എല്ലാം കൂടി 10 കൊല്ലം എടുക്കും ഒരാഴ്ച ഭക്ഷണത്തിന് വേണ്ടി. എനിക്ക് എത്രയാ ബാക്കി? 45 ഉള്ളൂ. പകുതി പോയി കേട്ടാ. തിന്നാ പോരല്ലോ, ടോയ്ലറ്റ് കൊണ്ടേ. 10 കൊല്ലം നമ്മൾ മൂത്രയിക്കാനും തർക്കുവാനും ചെലവഴിക്കും. എത്ര തവണ മൂത്രയിക്കാൻ ആടെ പോയിട്ട് ഈ പമ്പ് ചെയ്യുന്ന സമയം മാത്രം കൂട്ടിയാ പോരാ. മൂത്രയിക്കാൻ ഇരുന്ന് പോയി ആടി എത്തുന്നു, ആടിന് തിരിച്ചെത്തുന്ന സമയം എല്ലാം കൂട്ട്. 10 കൊല്ലം നമ്മൾ വിസർജിക്കാനാണ്. ടോയ്ലറ്റിൽ പണ്ട് നാടൻ കക്കൂസുള്ള സമയത്ത് അത്രയൊന്നും സമയമില്ല. മുട്ടുമടക്കി ഇരിക്കുമ്പോ മുട്ട് വേദനിച്ചിട്ട് ആള് വേഗം എണീറ്റ് പോകും. എന്നാൽ ഇപ്പൊ യൂറോപ്യൻ ക്ലോസറ്റ് വന്നേരോ അതിന്മേൽ എത്ര നേരം ഇരിക്കുക, അത്ര പാൽവടിയില്ലല്ലോ. കാരണം ചൂടുമേൽ ഇരിക്കുമ്പോൾ ഇരിക്കല്ലേ. ആടെ ഇരുന്നിട്ട് ചെറുപ്പക്കാർ പലരും മൊബൈലും കൊണ്ടാണ് ഇതിനുള്ളിൽ കയറുന്നത്. കാരണം ആടെ ഇരുന്നിട്ടാ പലതും ഡൗൺലോഡിങ്, മേലേത്തും ഡൗൺലോഡിങ്, താഴേത്തും ഡൗൺലോഡിങ്. രണ്ടും നടക്കൂലേ? രണ്ടും നടക്കൂ. അപ്പൊ 10 കൊല്ലം ടോയ്ലറ്റില്ല. മനസ്സിലായോ? ഇനി എത്ര ബാക്കി? 35 ബാക്കി. വീട്ടിയാ 35 ബാക്കി. 10 കൊല്ലം നമ്മൾ സുഖമില്ലാണ്ട് കിടക്കും കേട്ടോ. 10 കൊല്ലം അസുഖം വന്ന് കിടക്കൂ. ഉറക്കത്തിൽ കിടക്കുന്നതല്ല, ബോധത്തോടെ പനി തലവേദന എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നത് 10 കൊല്ലം. കാരണം ചെറുപ്പത്തിൽ 2 കൊല്ലം കിടന്നിട്ട് പോയില്ലേ? പിന്നെ 8 കൊല്ലം ജീവിതത്തിൽ സുഖമായിട്ട് വന്ന് കിടക്കും. അങ്ങനെ ഇനി എത്ര ബാക്കി? 25 ബാക്കി. ആ 25-ൽ 10 കൊല്ലം നമുക്ക് മേക്കപ്പ് ചെയ്യണ്ടേ, മുടി ചെയ്യണ്ടേ, ഷേവ് ചെയ്യണ്ടേ, മീശ കട്ടിയണ്ടേ, മുടി മുറിക്കണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ട് തൊടണ്ടേ, തീയം പൊരിക്കണ്ടേ, കാച്ചി ഉണ്ടാക്കണ്ടേ, സാരി ഉടുക്കണ്ടേ, സാരിന്റെ മുണ്ടാനിക്ക് പിന്നെ കുത്തണ്ടേ. നിങ്ങൾ നോക്കോ, നിങ്ങൾ സ്കൂളിലെ ടീച്ചർമാർ നോക്കോ, ചുരിദാറിടുന്ന ടീച്ചർമാര്
നേരം പോകുന്ന കുറവായിരിക്കും. സാരി കൊടുക്കുന്ന ടീച്ചർമാരാണ് ഏറ്റവും കൂടുതൽ നേരം പോകുക. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ മുണ്ടാണിന്റെ പിന്ന് കുത്തിയാല് ഇത് കണ്ണാടി നോക്കുമ്പോൾ തെറ്റിയിട്ടുണ്ടാവും. പിന്നെയും മാറ്റി കുത്തിയിട്ടാ നേരം പോകും. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി 10 കൊല്ലം അങ്ങനെയും പോയി. ഇനിയിപ്പോ എത്രയാക്കി? 15 കൊല്ലം നമ്മളെ കയ്യിലുള്ളൂ. മനുഷ്യനാവണം 15 കൊല്ലേ ഉള്ളൂ. ആ 15 കൊല്ലം നിങ്ങൾ ഏകാന്ത ചേതസ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകണം. അപ്പൊ സോഷ്യോ കോഷ്യന്റ് വേണം, പരിസ്ഥിതി ബോധം വേണ്ടേ, എക്കോ കോഷ്യന്റ് വേണം, പ്രകൃതിയെ സ്നേഹിക്കണ്ടേ. അല്ലാതെ നിങ്ങൾ എല്ലാവരും ജൂൺ 5-ാം തീയതിന്റെ പ്രത്യേകത എന്താ? പലത്തിന്റെ എല്ലാവരും ഇങ്ങനെ വെച്ച് പൊതിഞ്ഞെടുക്കും. എന്ത് കുന്തത്തിന്? ഒരു മഴ വരുമ്പോഴേക്ക് തോട്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി സഞ്ചിയും. ആ നമ്മളെ വീട്ടിന്റെ അകത്ത് കിടക്കുന്ന അപ്പോപ്പൻ എറിഞ്ഞ നിങ്ങൾ അറിയുന്നല്ലേ? എന്തിനാണോ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നത്? നിങ്ങൾ ഈ പരിസ്ഥിതിയിൽ ഉപദ്രവം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. അല്ലെങ്കിൽ എന്ത് മനുഷ്യരാ? അതുകൊണ്ട് മൃഗങ്ങളൊന്നും തന്നെ ഈ പ്രകൃതിയെ നശിപ്പിക്കാറില്ല, നമ്മളാണ് നശിപ്പിക്കുന്നത്. അതുകൊണ്ട് പാരിസ്ഥിതിക ബോധം വേണം. അടുത്തത് സയൻസ് കോഷ്യന്റ്, ശാസ്ത്രബോധം വേണം. എന്താ ശാസ്ത്രബോധം? ദൈവത്തിലൊക്കെ വിശ്വസിച്ചോ, പക്ഷേ അന്ധവിശ്വാസികളാവരുത്. എന്താ അന്ധവിശ്വാസം? ദൈവം ഇങ്ങ് വരും, എനിക്ക് ഭരം തരും, കാലിന്റെ മടമ്പ് കൊണ്ടേക്ക് കൊറോബൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ തപസ് ചെയ്യുക. അപ്പൊ ദൈവം വരും, അപ്പൊ ഭരം തരും. അതും വിചാരിച്ചിട്ട് കുറെ ആള് പോവുക. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ത വരന്ത വൃന്ദ വനന്ത വനന്ത. ചേട്ടാ, ഈ വരം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യ ജന്മം തന്നെ ഒരു വരമാണ്. മനസ്സിലായോ? ഈ വരത്തെ ഫലപ്രദമാക്കാൻ ദീർഘങ്ങളായ കൈകൾ തന്നില്ലേ, ചിന്തിക്കാൻ മനസ്സ് തന്നില്ലേ, അധ്വാനിക്കാൻ കൈകൾ, നടക്കാൻ കാലുകൾ തന്നിട്ടും നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് കഴിഞ്ഞ മെയ് 8-ാം തീയതി എന്റെ നാട്ടിൽ ഒരു അമ്പലത്തിന്റെ മുന്നിലൂടെ ഞാൻ കാർ ഓടിച്ച് വരുമ്പോ അമ്പലത്തിൽ ഭയങ്കര തിരക്ക്. ഞാൻ അവിടുത്തെ ബാധ്യക്കാരനെ വിളിച്ചു ചോദിച്ചു, എന്തോ ഇന്ന് അമ്പലത്തിൽ വിശേഷം ഇങ്ങനെ തിരക്ക്? അപ്പൊ അയാൾ പറയാ, ഇന്ന് SSLCന്റെ റിസൾട്ട് അല്ലേ, കുട്ടികളെല്ലാം 50, 100, 500 കുട്ടിക്ക് ഫുൾ എ പ്ലസ് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഞാനത് കേട്ടിട്ട് ഒറ്റ ചിരി. ഞാൻ ചോദിച്ചു, അപ്പൊ എന്റെ മോനുണ്ട് കാറില്. മോൻ ചോദിച്ചു, അച്ഛനെന്തിനെ ചിരിച്ച്? ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ നീലക്കരികാലിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ച. അത് ഞാൻ പറഞ്ഞു, ഇവന്റെ പേപ്പർ മുഴുവൻ 2 ആഴ്ച മുമ്പ് വാല്യുവേഷൻ കംപ്ലീറ്റ് ആയില്ലേ, അത് കടലാസിലേക്ക് ടാബുലേഷൻ വർക്ക് നടത്തിയില്ലേ, അത് മുഴുവൻ കമ്പ്യൂട്ടറൈസ് കയറ്റിയില്ലേ. ഇനി വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രണ്ടും ബട്ടൺ അമർത്തിയാൽ അത് നെറ്റിൽ അപ്ലോഡ് ആവും. അന്നേരം ഇവൻ കൊണ്ടുപോയിട്ട് 500 കുട്ടിക്ക് ഫുൾ എ പ്ലസ് വേണമെന്ന് പ്രാർത്ഥിച്ചാൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ നീലക്കരികാലി വന്ദേ ഭാരത് എക്സ്പ്രസിന് പോകണം. ഈ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് ഇല്ലാതെ അതിനുള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. അപ്പൊ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിട്ട് ഇവൻ എഴുതാത്ത മാർക്ക് കൂട്ടി കൊടുത്തിട്ട് മാർക്ക് തട്ടിപ്പ് നടത്തുന്ന ആളാണോ ദൈവം? അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാലും അന്ധവിശ്വാസികളാകരുത്. മനസ്സിലായോ? ശാസ്ത്രമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യം ഇത്രയും രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ എഴുതിയ നാടാ, ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതിയ നാടാ. എന്നിട്ട് നമ്മുടെ രാജ്യം എന്താ പുറകോട്ട് പോയേ? എന്താണെന്നറിയോ? നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഇന്ത്യ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലാണോ? ഫോൺ കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? ഫാൻ കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? കാറ് കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? പേന കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? സിമെന്റ് കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? കോൺക്രീറ്റ് കണ്ടുപിടിച്ച ഇന്ത്യക്കാരാണോ? ഒന്നുമല്ല. ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ച എന്തേ നമ്മുടെ അറിവ്? പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ അറിവുള്ളവർ ഒരു പണിയെടുത്തില്ല, പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല. അതാണ് നമ്മുടെ രാജ്യത്തെ പറ്റി അബദ്ധം. പണിയെടുക്കുന്നവർക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല, എന്നാ എല്ലാം വായിക്കുന്ന പണ്ഡിതന്മാരോ ഒരു പണിയെടുക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, പണിയെടുക്കണം. കണ്ടേ, അധ്വാനിക്കാൻ തയ്യാറാണ്. കമ്പ്യൂട്ടർ മുമ്പ് കൊണ്ടേ വെച്ചിട്ട് അതിന്റെ മുന്നിൽ www.com.md എന്നടിച്ചാൽ മസാല ദോശ ഡൗൺലോഡ് ആയി കിട്ടില്ല. എന്നാളും നടിച്ചാൽ നെയ്യ് റോസ്റ്റ് കിട്ടൂല, TV നടിച്ചാ പരിപ്പ് വടിയും കിട്ടൂല. അതിന് മണ്ണിൽ കുമ്പിട്ട് പണിയെടുക്കണ്ടേ? ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്നത് എന്റെ തൊണ്ടയിൽ ഒച്ചയാ. ഈ ഒച്ച എത്രയാണ് പണിയെടുത്തിട്ടാ ഈ ശബ്ദോർജം എവിടുന്നാ പുറപ്പെട്ടെന്നറിയോ? കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ് എന്റെ ശബ്ദോർജം.
കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് അന്നജം ഉണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാൽ രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ് കയറ്റിയ സെക്കന്ദരാബാദ് വിജയവാഡ സേലം ഈറോഡ് കോയമ്പത്തൂര് പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂര് പട്ടാമ്പി കുറ്റിപ്പുറം തിരൂര് താനൂര് പരപ്പനങ്ങാടി പറവൂർ കോഴിക്കോട് കൊയിലാണ്ടി വടകര മാടിപ്പാലം കയറ്റി തലശ്ശേരി മുഴപ്പിലങ്ങാട് FCI കോടതിയിൽ കൊണ്ടുവന്ന് അവിടുന്ന് വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചിറ്റാരി പറമ്പ് എന്ന് പറയുന്ന എന്റെ നാട്ടിലെ പാസ്വാട്ടിന്റെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ഇന്ന് രാവിലെ 3 മണിക്ക് എന്റെ ഭാര്യ 4 ഇഡ്ഡലി ചുട്ടു തന്നിരുന്നു. ആ ഇഡ്ഡലി ഞാൻ ട്രെയിനിൽ വെച്ച് ഷൊർണൂരിൽ നിന്ന് തിന്നു. ആ ഇഡ്ഡലിന്റെ ഊർജ എന്റെ തൊണ്ടയിൽ കേൾക്കുന്ന ഒച്ച അല്ലേ? അപ്പൊ എത്ര ആള് പണിയെടുത്തതാ? നമ്മൾ ഒറ്റക്കൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാവരും ചേരണം. അപ്പൊ പണിയെടുക്കണ്ടേ? അധ്വാനിക്കണ്ടേ? വേണം. അപ്പൊ ശാസ്ത്രം വേണ്ടേ? ശാസ്ത്രം പഠിച്ച പോരാ, ശാസ്ത്രബോധം ഉണ്ടാവണം. വേണ്ടേ? സൂര്യനും ചന്ദ്രനും ഗ്രഹണം വരുന്നത് രാഹുന്ന പാമ്പ് വിഴുങ്ങിട്ടാ അല്ലല്ലോ. പിന്നെ രാഹുകാലം ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒരു രാഹു ഇല്ല ലോകത്ത്. മനസ്സിലായോ? രാഹുകാലം എന്നൊക്കെ പറയുന്നത് അമ്പല വിഡിത്താണെന്ന് നിങ്ങൾ തിരുത്തണം. അല്ലാതെ നിങ്ങൾ പുതിയ അന്ധവിശ്വാസികളാവരുത് കേട്ടോ. അതുകൊണ്ട് ശാസ്ത്രബോധം ഇത്തരത്തിൽ എത്ര കോഷ്യന്റായി? 1 ബുദ്ധിശക്തിയുടെ വികാസം, ഇന്റലിജൻസ് കോഷ്യന്റ്. 2 വൈകാരിക ശക്തി, ഇമോഷണൽ കോഷ്യന്റ്. 3 ആത്മതയുടെ സൗന്ദര്യബോധം, അതാണ് പാഷണൽ കോഷ്യന്റ്. അടുത്തത് ധാർമ്മിക ബോധം, അതാണ് സ്പിരിച്വൽ കോഷ്യന്റ്. അടുത്ത് സാമൂഹ്യ ബോധം, സോഷ്യൽ കോഷ്യന്റ്. അടുത്ത് പ്രകൃതി ബോധം, എക്കോ കോഷ്യന്റ്. അടുത്തത് ശാസ്ത്രബോധം, സയൻസ് കോഷ്യന്റ്. ഇതെല്ലാം ചേരാനാണ് നമ്മൾ പഠിക്കാൻ വരുന്നത് അല്ലെ? അല്ലാതെ കുറെ A+ വാങ്ങി പോകാനല്ല. അതുകൊണ്ട് നന്നായി നിങ്ങൾ ഏകാന്ത ചേതസ എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും അമ്മയോ അച്ഛനോ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ എല്ലാ കുട്ടികളും മനസ്സിലുണ്ടാവും. കുറച്ചിക്കട്ടെ പറയല്ലേ? കുറച്ച് ചെയ്യട്ടെ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാം. അപ്പൊ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം. അയ്യേ എന്ന് പറയാതെ പോകണം. അങ്ങനെ പോകുമ്പോ ഇനി നിങ്ങൾ നേരിടുന്ന ഒരു മനഃശാസ്ത്ര പ്രശ്നം കൂടി പറഞ്ഞ് ഞാൻ പ്രസംഗം 5 മിനിറ്റ് കൊണ്ട് നിർത്താം കേട്ടോ. ഒരു മനഃശാസ്ത്ര പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ മൃഗവും തമ്മിലുള്ള വ്യത്യാസം അറിയോ? മൃഗങ്ങളുടെ പ്രധാന ശരീരം, മനസ്സ് ലഘുവ. മൃഗങ്ങൾക്ക് ശരീരമാണ് ഗുരു. ഗുരു എന്ന് പറഞ്ഞാലും മാഷമല്ലാത്ത ഗുരു എന്ന് പറഞ്ഞാൽ വലുതുന്ന. മാഷന്മാർക്ക് അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ട് അവരെ ഗുരു എന്ന് വിളിക്കുന്നു. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് മാത്രമാണ് മാഷക്ക് പരിക്ക് പറ്റുന്ന, അല്ല വലിയ പരിക്ക് പറ്റുന്ന അല്ലെ? അപ്പൊ ഗുരു വലുത്, ലഘു ചെറുത്. മൃഗങ്ങളുടെ ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവ. എന്ന് പറഞ്ഞാൽ സ്കൂളിന്റെ മുറ്റത്തൊരു പട്ടി അല്ലെ ഒരു പശു വന്നു. ആ പശുവിന് മൂത്രമൊഴിക്കാൻ മുക്കിയാൽ ഉടൻ തന്നെ കുട്ടികളുണ്ട് ഇവിടെ പറ്റൂല എന്ന് മനസ്സ് പറയോ? ഇല്ല. അപ്പടെ മൂത്രയിച്ചു, അവിടെ ചാണകം വിടും. പട്ടികൾ റോഡിൽ വെച്ച് ഇണ ചെയ്ത് വെച്ചു. കണ്ടില്ലേ? അതിന് നാമമാനൊന്നുമില്ല. കാരണം അതിന്റെ ശരീരമാണ് ഗുരു, മനസ്സ് ലഘുവ. നമ്മള് ഇവിടെ ഇപ്പൊ മൂത്രമൊഴിക്കാൻ മുക്കിയ ചോദിക്കുക. അപ്പൊ ഓരോന്ന് ജന്തുവ എന്ന് പറയും. നമ്മുടെ മനസ്സ് ഗുരുവും ശരീരം ലഘുവ. ശരീരത്തോട് പറയും അനങ്ങാണ്ട് കിടന്നോ പേരിക്കോട്ടല്ലേ നിൽക്കാവില്ല വെല്ലടിക്കട്ടെ എന്ന് പറയില്ലേ? അതാണ്. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കേട്ട ഒരു കഥയുണ്ട്. എന്താ അത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കേട്ട കഥ ആമയും മുയലും പന്തയം വെച്ച കഥ. ആമയും മുയലും പന്തയം വെച്ച് മുയൽ കുതിച്ചു വാങ്ങി തിരിഞ്ഞു നോക്കുമ്പോ ആമ വളരെ പറയില്ല. എത്ര നേരത്തെ പോയിട്ടുണ്ടാ? 2 മെഡൽ കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചു മുയല് വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. പുറത്ത് കഴിയുമ്പോ ആമ പോയി സമ്മാനം വാങ്ങി. അപ്പൊ എന്നിട്ട് മാഷന്മാർ നമുക്ക് പറഞ്ഞു തന്നോ, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. മനസ്സിലായോ? ഈ കഥയെ നമുക്കൊന്ന് മാറ്റി പിടിക്കുക. ഈ കഥയിലെ ആമ നമ്മുടെ ശരീരമാണ്, മനസ്സ് നമ്മുടെ മുയല. ശരീരം മെല്ലെ വളരും. നമ്മളത് ഒരു പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ എണീറ്റോടില്ലേ? നിങ്ങളെ ആരെങ്കിലും വെച്ചിട്ട് 1/2 മണിക്കൂർ ഓടിയ 6 മാസം കഴിഞ്ഞിട്ടില്ലേ ദോശ മറിച്ചില്ല മുമ്പിട്ട് കിടക്കാൻ? 6 മാസമായില്ലേ? അങ്ങനെ വാടി പോകുമ്പോ 3 വയസ്സായില്ലേ?
മൂന്നാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ട് അമ്മയാ. നമ്മളെ കുട്ടിയോ ഇവിടെ 10 പഠിക്കുന്ന കുട്ടികൾ നോക്കിയാട്ടെ 15 വയസ്സായില്ലേ, അവര് പശു ആണെങ്കിൽ 10 വെച്ചിട്ടുണ്ടാവും. ഇപ്പോ നമ്മുടെ കുട്ടി ചെറുതല്ലേ. അപ്പൊ നമ്മുടെ ശരീരം ആമയെ പോലെ മെല്ലെ വളരുന്നുള്ളൂ. മനസ്സോ മുയലിനെ പോലെ കുതിച്ചു പായ. എന്തൊരു ബുദ്ധിയാണ് കുട്ടിക്ക്, എന്തൊരു മാർക്കാ നിങ്ങൾക്ക്, എന്തെല്ലാം പാട്ടാ പാടുന്നത്, എന്തല്ല ഒരു യുവജനോത്സവം വരുമ്പോ നിങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റെല്ലാം കണ്ടല്ലേ അത്ഭുതപ്പെട്ടു പോകും. അതാണ്. എന്നാൽ ഈ മനസ്സാകുന്ന മുയല് ഇടക്ക് കിടന്നോർന്നു. എപ്പോഴാണെന്ന് കർമ്മം ചിന്തയും. കർമ്മത്തെ നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോ എക്സ് ആക്സിസിലാണ് വരയ്ക്കുക. ഗ്രാഫിൽ എക്സ് ആക്സിസ് ഇല്ലേ, ചിന്തയെ വരയ്ക്കുക വൈ ആക്സിസിൽ. അപ്പൊ കർമ്മവും ചിന്തയും ഇതല്ലേ പ്ലസ്. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം മനസ്സിലായോ? കർമ്മവും ചിന്തയും. ഇതിനെ രണ്ടിനെയും കൂട്ടി കണക്ട് ചെയ്തിട്ട് ഈ രാജ്യത്തെ മുന്നോട്ട് പോകാൻ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും കൂട്ടിച്ചേർക്കാൻ നമ്മളോട് ആഹ്വാനം ചെയ്തു മഹാത്മാഗാന്ധി. അതാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം പറഞ്ഞു ഡു ഓർ ഡൈ. എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ മരിക്കുന്നതിന് തുല്യമാണ്. മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണിപ്പോ? നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കൽ മാത്രമല്ല, ആ പഠനം നിങ്ങളുടെ സ്വന്തം അറിവാക്കി മാറ്റണം. എങ്ങനെ? സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയ കൈകറിസ്വാദ് കണക്കിനെ എന്നൊരു ചൊല്ലുണ്ട്. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചാലും അതിന്റെ ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. ഇതുപോലെ കയ്യിൽ കറിസ്വാ, കയ്യിൽ എന്ന് പറഞ്ഞാൽ തവിയില്ലേ, സ്പൂണ്, കറി വിളമ്പുന്ന തവിയുണ്ടല്ലോ, ആ തവി കൊണ്ട് ചിക്കനും മട്ടനും വിളമ്പുന്നു, മീൻകറി വിളമ്പുന്നു, സാമ്പാർ വിളമ്പുന്നു, പുളിശ്ശേരിയും എരിശ്ശേരിയും വിളമ്പുന്നു. പക്ഷെ ഇതുവരെ ഒരു തവിക്കും ഒരു കറിയുടെ ടേസ്റ്റും മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ കെമിസ്ട്രി വിളമ്പുന്നു, ഫിസിക്സ് വിളമ്പുന്നു, ബയോളജി വിളമ്പുന്നു, കണക്ക് വിളമ്പുന്നു, മുക്കുന്നു, ഉത്തര പേപ്പറിൽ വിളമ്പുന്നു. അതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് കാര്യം? നിങ്ങൾ തവിയാകരുത്. ഓരോന്ന് പഠിക്കുമ്പോഴും ആ പഠനം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ സംസ്കാരവുമായി പ്ലസ് ആക്കാൻ കൂട്ടാൻ കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇത്രയും സമയം ചെലവഴിക്കുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ കാലമാണ് വിദ്യാഭ്യാസ കാലഘട്ടം. ഏറ്റവും ലോകത്ത് ഇപ്പൊ നിങ്ങൾ കാണുന്ന പുഷ്പങ്ങൾക്ക് ഇവിടെ സൗന്ദര്യം പിന്നെ ഒരിക്കലും അത്ര സൗന്ദര്യം ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പാട്ടിന്റെ ഒരു ആസ്വാദ്യത പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല. ഏറ്റവും ജീവിതത്തിലെ നല്ല കാലമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം. പക്ഷേ ആ കാലഘട്ടം നിങ്ങൾ വെറുതെ ധൂർത്തടിച്ച് കളയുന്നതിന്റെ സങ്കടമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പക്ഷേ പഠിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അതാണ് നേരത്തെ നിങ്ങളാണ് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്നതിന് ഉത്തരം കിട്ടാത്തതിന്റെ രണ്ടാമത്തെ കാരണത്തിലേക്ക് ഞാൻ കടക്കുക. എന്താ രണ്ടാമത്തെ കാരണം? നിങ്ങളുടെ പഠനത്തിന്റെ ശീലം അടിമുടി തിരുത്തണം, വ്യാകരണം മാറ്റണം. നിങ്ങളിപ്പോ എന്താ ശീലം? ചോദ്യം വായിക്കുന്നു, ഉത്തരം പഠിക്കുന്നു, അല്ലേ? അങ്ങനെയല്ലേ? ഇത് തെറ്റാണ്. ചോദ്യം പഠിക്കുന്ന കുട്ടിയാവണം നിങ്ങൾ. നിങ്ങളൊരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കുകയെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ലേ? അത് ചോദ്യമല്ലേ? ആ ചോദ്യം നന്നായി ആലോചിച്ചിരുന്നെങ്കിൽ ഉത്തരം കിട്ടൂലേ? ചോദ്യം പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഉള്ളവരില്ലാത്തവരോടാണോ ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരോടാണോ ചോദിക്കുക? ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കേണ്ടത്? ആ സ്കൂളിൽ അറിവുള്ളത് മാഷക്കാണ്, കുട്ടികൾക്കാണ്? മാഷക്കല്ലേ? ഇല്ലാത്തത് കുട്ടികൾ. അപ്പൊ നിങ്ങളാ പറഞ്ഞത് ഇല്ലാത്തവരുള്ളവരോടാ ചോദിക്കേണ്ടത്. അപ്പൊ ചോദ്യം ചോദിക്കേണ്ട ആരാ? ഉത്തരം പറയേണ്ട ആരാ? പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? ആ ഉത്തരം ആരാ പറയുന്നത്? നിങ്ങൾക്ക് ഉത്തരം അറിയാൻ പിന്നെ സ്കൂൾ വരുമോ? പിന്നെ ഏത് ഉത്തരം മാഷ ചോദിക്കുന്നു? ഒരാൾ ശരിയിലേക്ക് നോക്കാം. ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ് ഓർമ്മയുള്ള ആരെങ്കിലും കൂടി ഉണ്ടോ നോക്കട്ടെ. ഓരോരുത്തരും നീബോർഡ് പറയും ഞാനാണ് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന് വേണ്ടി ചോദിക്കുക. ഒരാൾ സ്റ്റേജിലേക്ക് കയറി വരാൻ ഞാൻ ആനപ്പുറത്ത് കയറാനല്ലോ പറഞ്ഞത്.
ഒന്ന് സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടി പോലും ഇച്ഛാശക്തിയിലേക്ക് പിന്നെ എന്തിനാണ് സ്കൂൾ പഠിക്കുന്നത്? മനുഷ്യനാണ്. ഒരാൾ കയറുക, ആരും ഒരാൾ കയറുക. ഇതാണ് നിങ്ങള് ആ 5 മിനിറ്റിലെ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളോട് എന്നത് പ്രതികരിക്കാൻ പറയുമ്പോ മറ്റാരെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുക. ഇത് മാറ്റണം കേട്ടോ. മറ്റാരെങ്കിലും പോട്ടെ, എനിക്ക് പറ്റില്ല. നമ്മുടെ രാജ്യം തകർന്നു പോയതുകൊണ്ടാണ്. അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ, നളന്തയും തക്ഷശിലയും. എന്നിട്ടോ അമേരിക്കക്കാര് ഭയങ്കര പൈസക്കാര്, ഇന്ത്യക്കാരോ പാവങ്ങള്, അല്ലേ? നമ്മൾ അമേരിക്കയിൽ അത്ര എത്താൻ ഇനി 2047 പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചത്. ഇനി എത്ര കൊല്ലം? 23 കൊല്ലം കഴിഞ്ഞാല് അമേരിക്കയുടെ അടുത്ത് നമ്മൾ എത്തും. എന്തുകൊണ്ടാ അമേരിക്കക്ക് അത്രയേ എത്തുള്ളൂ? എന്തുകൊണ്ടാണെന്നറിയോ? അമേരിക്കക്കാരന്റെ സ്വഭാവം. അമേരിക്കൻ എന്ന് എഴുതിയാൽ അതിന്റെ അവസാനത്തെ 4 അക്ഷരം. അമേരിക്കന്റെ സ്പെല്ലിംഗ് എന്താ? AMERICAN. അവസാനത്തെ 4 അക്ഷരം എന്താ? ICAN. അതെന്താ വായിക്കുക? I can, എനിക്ക് കഴിയും എന്ന് പറഞ്ഞാലും അവർ I can എന്ന് പറയും. എന്ന ഇന്ത്യക്കാരുടെ സ്വഭാവം ഇന്ത്യ എഴുതിയിട്ട് അവസാനത്തെ 2 അക്ഷരം. എന്ന് പറഞ്ഞാലും IND IA എന്നെ കൊണ്ടാകും. IA. നിങ്ങളുടെ വിദ്യാഭ്യാസം IA-യിൽ നിന്ന് I can-ലേക്ക് മാറണം. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ നമ്മളെ പേര് അനഘ. എന്താ അനഘ എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? അകം എന്ന് പറഞ്ഞാൽ പാപം, അനഘ എന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ലാത്ത, കളങ്കവും ഇല്ലാത്ത പരിശുദ്ധ പെൺകുട്ടിയാണ് കേട്ടോ. അതാണ് അനഘ. ഇതിന്റെ പേരിൽ മനോഹരമായ ഒരു സിനിമാ പാട്ട് കേട്ടിട്ടുണ്ടോ? മാനസ മണി വിപഞ്ചികാവാദിനി നിന്നോടെ മൃദുകരാങ്കുല സ്പർശന ലിംഗമായി മദലഗരീരന്റെ കിനാവുകൾ അനഘ സങ്കൽപ്പ ഗായികേ എന്ന പാട്ട് കേട്ടിട്ടില്ല? ഇതുവരെ കേട്ടിട്ടില്ല? ഇതിനെ കേൾപ്പിച്ചിട്ടില്ല? എന്റെ അച്ഛനും അമ്മയിലൊന്നും പോകണമെന്നുള്ള അച്ഛനും അമ്മയും. ഓക്കെ, ശരി. അനഘ I can എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിലേക്ക് കയറി വന്നല്ലോ. വന്നു, അതിൽ സന്തോഷം പ്രകടിപ്പിച്ചിട്ട് ഞാൻ എന്റെ ഫോൺ അനഘക്ക് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കുന്നത് എന്നാ ഞാനും പോവേനു. അല്ലെ, ഇവിടെയാ നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. നിങ്ങൾ പലരും റിസൾട്ടിന്റെ കാര്യം മാത്രം ആലോചിച്ചിട്ട്, A+ന്റെ കാര്യം മാത്രം ആലോചിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇങ്ങനെ പഠിക്കരുത്. ഫലം എന്തോ ആവട്ടെ, ഞാൻ ചെയ്യേണ്ട പണി ഞാൻ ചെയ്യും എന്നത് ചെയ്യാതെ പരീക്ഷയെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. ഒരിക്കലും പരീക്ഷയെ കേന്ദ്രീകരിച്ച് പഠിക്കരുത്. അല്ലേ? ഇപ്പൊ ഫോണ് കൊടുക്കുമ്പോ എന്നാ ഞാനും പോവായിരുന്നു എന്ന് ചിന്തിക്കുക. നിങ്ങൾ നേരത്തെ ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചോ? ഇല്ല. അതാ ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യണം. അല്ലാതെ റിസൾട്ട് വന്നു കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞിട്ട് പഠിക്കാൻ തോന്നിയിട്ട് കാര്യമുണ്ടോ? വെള്ളം മുഴുവൻ ഒഴുകിപ്പോയിട്ട് അണകെട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏതായാലും ഞാൻ ആ ഫോൺ അനഘക്ക് കൊടുത്തു. എന്തിനാ കൊടുത്തതെന്ന് അനഘക്ക് ഇപ്പൊ മനസ്സിലായോ? എന്തിനാവോ ഏതിനാവോ എന്ന മട്ടിൽ അനഘ നിൽക്കുക. ആ ഫോണ് എന്നെ നോക്കുക എന്നല്ലാതെ ആ ഫോൺ ഏത് കമ്പനിയാ നോക്കിയ 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 ഞാൻ കൊടുത്തോണ്ട് വാങ്ങി. എന്തിനാ അവളിപ്പോ കയ്യിൽ പിടിച്ചു നിൽക്കുന്നത്? അതെന്തായാലും ഇയാൾ തിരിച്ചു ചോദിക്കും അറിയാം അല്ലേ? നിങ്ങൾ ഒന്ന് തന്നു. ഇപ്പോ അനഘയുടെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ല. നിങ്ങളിപ്പോ വിചാരിക്കുന്നില്ല ഇയാളെന്നാണ് പൊട്ടം കളി കളിക്കുന്നത്. ഈ പൊട്ടം കളിയാണ് നമ്മുടെ എല്ലാ വിദ്യാലയത്തിലും നടക്കുന്നത്. എന്താണെന്നറിയോ? മാഷന്മാർ കുറെ ഉത്തരങ്ങൾക്ക് തരും. നിങ്ങളത് വാങ്ങും. മാഷ് വന്ന് വാങ്ങണ്ടേ? എന്തിനാവോ ഏതിനാവോ വാങ്ങി. എന്തിനാ വാങ്ങുന്നേ? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ.
എപ്പോഴാ മാഷ് ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോ ഫോൺ തിരിച്ചു തന്നു. ഈ പലകയുടെ കയ്യിൽ ഫോണുണ്ടോ? പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരവുണ്ടോ? 8 കഴിഞ്ഞ് 9 8 9 കഴിഞ്ഞ് 10 9 പോയി. 10 കഴിഞ്ഞ് +1 ചെയ്യുമ്പോ 10 പോയി. എന്ത് കുന്തത്തിലാണ് പഠിക്കുന്നത്? മാഷടക്കേന്ന് വാങ്ങുക, മാഷക്ക് തിരിച്ചു കൊടുക്കുക. വിഡ്ഢിത്തം. അതിന് പകരം അനഘ മാഷെ എനിക്കൊന്ന് ഫോൺ തരുമോ, എനിക്കൊന്ന് അമ്മേനെ വിളിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ ഫോണും അനഘയുമായിട്ട് എന്തോ ബന്ധം ഉണ്ടാവില്ലേ? ഇപ്പൊ എന്തോ ബന്ധമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവുക. നിങ്ങൾ എന്ത് വേണം? ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവുക. നമ്മുടെ രാജ്യം തകർന്നു പോയത് ചോദ്യം ചോദിക്കാതിട്ടാ. ആരോ പറഞ്ഞ ഉത്തരവ് കേട്ട് നടന്നു. മാഷന്മാർ പറഞ്ഞ മാത്രം കേട്ട് നടന്നിരുന്നുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കുന്നുണ്ടാവും. ഗുരുനാഥന്മാര് പറയുന്നത് മാത്രം കേട്ടിരുന്നുവെങ്കിൽ, ഗുരുനാഥന്മാർ പറയുന്നതിന്റെ അപ്പുറത്ത് ചിന്തിച്ചത് കൊണ്ടാണ്, പ്ലസ് ആക്കിയത് കൊണ്ടാണ് ലോകം വളർന്നത്. പ്ലസ് ആക്കിയത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറയുമ്പോ നിങ്ങൾ ഉച്ചത്ത് കേൾക്കുന്ന ഈ മൈക്ക് ഉണ്ടായത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ്, അന്വേഷണം നടത്തിയത് കൊണ്ടാ ഈ മൈക്ക് സെറ്റും ഈ മൊബൈൽ ഫോണും കണ്ടുപിടിച്ചത്. ബൾബ് കത്തുന്നത് തോമസ് ആൽവ എഡിസൺ പ്ലസ് ആയി അന്വേഷണം ചോദ്യം ചോദിച്ചത് കൊണ്ടാ. നിങ്ങൾ പുതിയത് അന്വേഷിക്കുക. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് നടക്കരുത്. നമുക്ക് പറ്റിയ അബദ്ധം ഞാൻ പറയാം. ആഴ്ച എത്ര ദിവസം? 7 ദിവസം. മാഷന്മാരുടെ പറഞ്ഞാ അതെ. എന്താ ആഴ്ചക്ക് 7 ദിവസമായി ആർക്കും അറിയാമോ? ഇതുവരെ ചോദിച്ചോ? ആഴ്ചക്ക് എന്താ മാഷ 7 ദിവസമായാണ്ട് 8 ദിവസമാണ്ട് 7 ദിവസമായി ചോദിച്ചില്ല. മാസത്തിൽ 30-31 ദിവസം. ആന്നാ കണക്ക്? അറിയില്ല. മണിക്കൂറിന് 60 മിനിറ്റാണ്. എന്തുകൊണ്ടാണ് 60 മിനിറ്റ്? അന്വേഷിക്കില്ല. ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ്. ആ 24ന്റെ കണക്കെന്താ? ചർച്ച ചെയ്തിട്ടില്ല. മാഷ് പറയുന്നു, കേൾക്കുന്നു, പോകുന്നു. ഇത് മാറ്റണം. നിങ്ങൾക്ക് അറിവ് നിങ്ങളുടെ സ്വന്തം അറിവായി മാറണമെങ്കിൽ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരത്തെ കണക്ട് ചെയ്യണം. നിങ്ങളുടെ മനസ്സ് എർത്താണ്, ഫേസ് ആണ് ഉത്തരം. എർത്തില്ലാതെ ഫേസ് കൊണ്ട് കഴിയുണ്ടോ? എന്റെ നാട്ടിൽ ഒരു KSRTC ഡ്രൈവറെ ഞങ്ങൾ എല്ലാവരും നാട്ടുകാരെല്ലാം ആദരിച്ചു. എന്താണെന്നറിയോ? KSRTC ലൈനിന്റെ മേലെ, ബസ്സിന്റെ മേലെ ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ട്. ബസ് ചവിട്ടി നിർത്തി ഇലക്ട്രിക് ലൈന് വീണിട്ട് തീപ്പൊരി പാറുന്നുണ്ട്. മേലെ തീപ്പൊരി പാറുന്നുണ്ട്. ആളുകളെല്ലാം കൂട്ടതലവഴി ഷോക്കടിച്ച് മരിച്ചു പോകുന്നു. അപ്പോ ഒരു സ്ത്രീ ചാടി നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡോറ് തുറന്ന് ഇറങ്ങാൻ നോക്കുമ്പോ ഇയാൾ പിടിച്ച് മല്ല് കളിച്ചിട്ട് ബസ്സിൽ തന്നെ ഇരിക്കും. ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കടയിൽ നിന്ന് വന്നിട്ട് ബസ്സിന്റെ ബോഡിയിൽ മറ്റേ ഇതില്ലേ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോ കത്തുന്നു. ബോഡിക്ക് മൊത്തം കരണ്ട്. പക്ഷേ ഒരാൾക്കൊന്നും പറ്റിയില്ല. ഒരാൾ ഇറങ്ങാൻ പറ്റില്ല. ഒരാള് നിലത്ത് കാല് കുത്തി അപ്പൊ ബസ്സിലുള്ള ആളെല്ലാം മരിക്കും. കാരണം നിർത്താവും. ടയറിന്റെ മേലെയല്ലേ ബസ് നിൽക്കുന്ന. ടയറിന് കരണ്ട് പാസിയില്ലല്ലോ. ആരെങ്കിലും ചെരുപ്പില്ലാതെ നിലത്ത് തൊട്ടാൽ ഉടൻ തന്നെ ബസ്സിലുള്ള ആൾ മുഴുവൻ മരിക്കും. ആ എർത്ത് ഇല്ലാതെ ലൈൻമാൻ വന്നിട്ട് ഈ ലൈന് കട്ട് ചെയ്ത് മാറ്റുന്നത് വരെ ഒരാളെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കാതെ ആ ശാസ്ത്രബോധം കൊണ്ടാണ് അന്ന് ബസ്സിലുള്ള 28 ആൾ രക്ഷപ്പെട്ടത്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ ആദരിച്ചു. KSRTC ആദരിച്ചു, നാട്ടുകാരെല്ലാം ആദരിച്ചു. ഈ അർത്ഥമില്ലെങ്കിൽ ഫേസ് കൊണ്ട് കാര്യമില്ല. ഈ അർത്ഥാണ് നിങ്ങളുടെ ചോദ്യം, ഫേസ് ആണ് ഉത്തരം. നിങ്ങളുടെ ചോദ്യവും ഈ അർത്ഥമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഫേസ് കൊണ്ട് ബൾബ് കത്താത്തത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന കുട്ടികളാ നല്ല കുട്ടികൾ. ചോദ്യം ചോദിക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രക്രിയ രൂപപ്പെടും. എന്താണെന്നറിയോ? ഉത്തരത്തെ സ്വീകരിക്കാൻ ഒരു സ്പേസ് തുറക്കപ്പെടും. ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം മനസ്സിൽ ശേഖരിക്കാൻ ഒരു സ്പേസ് തുറക്കപ്പെടും. നമ്മുടെ കുറെ A+ നേടിയ കുട്ടികളുടെ ഒരു വിചാരം, എനിക്കെല്ലാം അറിയാം, ഞാൻ സർവജ്ഞ വീടല്ലായിരുന്നു, എനിക്കറിയാത്ത ലോകത്തൊന്നുമില്ല. ഇപ്പൊ 3-4 ചോദ്യത്തിൽ നിന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്കൊന്നും അറിയില്ല.
ആഴ്ചക്കന്റെ 7 സായെന്ന് അറിയില്ലല്ലോ, അറിയില്ല. പോട്ടെ, നിങ്ങള് ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം എന്താ? ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം എന്താ? അശോക സ്തംഭം. ഈ അശോക സ്തംഭത്തിൽ 4 സിംഹങ്ങളില്ലേ? അതിന്റെ അർത്ഥം അറിയാവോ? എന്തിനായി ആ 4 സിംഹങ്ങൾ? അറിയില്ല, അന്വേഷിക്കില്ല, ഒരു ഹിസ്റ്ററി മാഷും പറഞ്ഞില്ല. എന്താണ് അശോക സ്തംഭത്തിലെ 4 സിംഹങ്ങൾ എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. നമുക്കറിയാത്തത് ഒരുപാടുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മുടെ മനസ്സിൽ ഉത്തരത്തെ സ്വീകരിക്കാൻ സ്പേസ് തുറക്കപ്പെടുന്നത്. ആ ഉത്തരം കിട്ടുന്നത് വരെ ഈ സ്പേസ് വാക്കന്റായിട്ട് വാക്കുമായി കിടക്കും. ഇന്നത്തെ ഒരു പെണ്ണ് കാണാൻ പോവാ, കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോ ആ പെണ്ണിനെ കൊണ്ടൊന്ന് പാർപ്പിക്കാൻ ഒരു റൂം ഒരുക്കണ്ടേ? ആ റൂമിൽ പെണ്ണ് വന്ന് പാർക്കുന്നത് വരെ ഇവൻ കാണാൻ പോയിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് ചോദ്യം വരനാണ്, ഉത്തരം വധുവാൻ. ചോദ്യം വരനാണ്, ഉത്തരം വധുവാൻ. നിങ്ങൾ ചോദ്യം വരനില്ലാതെ വെറുതെ വധു വന്ന് ഇരിക്കുക. വരനില്ലാതെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടൊന്ന് പാർപ്പിച്ച അവളാണ് നിൽക്കുക. അതുപോലെയാണ് ചോദ്യം ചോദിക്കാതെ നിങ്ങൾ ഉത്തരം മനസ്സിൽ സ്വീകരിച്ചാൽ ആ ഉത്തരം കണ്ട വഴിക്ക് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വാക്വമുണ്ടല്ലോ, ആ വാക്വമാണ്. വാക്വത്തിന്റെ കരുത്തറിയില്ലേ നിങ്ങൾക്ക്? ശൂന്യതയുടെ കരുത്ത് സിറിഞ്ചിൽ മരുന്ന് കയറുന്നുണ്ടോ? സിറിഞ്ചിൽ പലരും പിസ്റ്റം പിടിച്ച് വലിക്കുമ്പോ അവിടെ വാക്വം ഉണ്ടാകുന്നത് കൊണ്ടാണ് കുപ്പിയിലെ മരുന്ന് മേലോട്ട് കയറുന്നത്. മനസ്സിലായോ? നിങ്ങളൊരു പൈപ്പിൽ വെള്ളം വലിച്ചിട്ട് പുറത്തേക്ക് വിടാൻ ഉള്ളിൽ നിന്ന് കുറച്ച് വായു വലിച്ചാൽ ആ പൈപ്പിലേക്ക് വെള്ളം കയറുന്നില്ലേ? ആ കയറുന്നത് വാക്വമുള്ളത് കൊണ്ടാണ്. ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഈ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടല്ലോ, വാക്വത്തിന്റെ കരുത്തം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ട്, ഇതെന്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതെന്റെ കയ്യിൽ കമർത്തി വെച്ചാൽ നിൽക്കുവോ? മറിഞ്ഞു പോയില്ലേ? എന്നാ മറിഞ്ഞു പോകുന്നില്ല. വെള്ളമുണ്ട്, പക്ഷേ മറിയുന്നില്ല. ആ വെള്ളം ചരിച്ചാലും മറിയുന്നില്ല, ചരിച്ചാലും മറിയുന്നില്ല, ചരിച്ചാലും മറിയുന്നില്ല. ഇങ്ങനെ വെച്ചാലും വീഴുന്നില്ല. എന്തുകൊണ്ടാണ് വീഴാത്തത്? എന്തുകൊണ്ടാണ് വീഴാത്തത്? ഇത് ടൈറ്റാണ്. ഇത് ടൈറ്റ് ആര് വലിച്ചാലും ഇത് കിട്ടൂല. ഇപ്പോ അത്രയും ടൈറ്റാണ് ഈ ഗ്ലാസ്. എന്താണ് ഈ ബലം? ഇവിടെ എന്ത് ബലമാണ്? ഞാൻ പിടിച്ചതിന്റെ ബലമില്ലല്ലോ. ഇവിടെ ഉണ്ടായത് വാക്വത്തിന്റെ ബലമാണ്. എന്ന് പറഞ്ഞാൽ സിറിഞ്ചിൽ മരുന്ന് കയറുന്നത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കുപ്പി ഗ്ലാസ് പൊളിക്കണ്ട കേട്ടോ. ഞാനൊരു സൂത്രം പറഞ്ഞുതരാം. സ്റ്റീലിന്റെ ഗ്ലാസ് എടുക്കുക, വായിൽ അമർത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചാൽ ടൈറ്റ് ആവില്ലേ? അതേ തത്വമാണ്, അതേ തത്വമാണ്. ഇത് വാക്വത്തിന്റെ കരുത്താണ്, ഇത് ശാസ്ത്രമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. മനസ്സിലായോ? അതുപോലെ മക്കളെ, ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ തലച്ചോറിൽ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ വാക്വത്തിൽ ഉത്തരം വന്ന് നിറയുന്നത് വരെ നിങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, അന്വേഷിച്ചുകൊണ്ടിരിക്കും, ഉത്തരത്തെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏകാന്ത ചേതസാ ചെയ്യുന്നതും നിങ്ങൾ ഇതാണ്. നിങ്ങൾ ഏകാഗ്രതയോടുകൂടി അന്വേഷിക്കുക, എന്താണത്, എന്താണത് എന്നറിയാൻ ഒരാകാംക്ഷയില്ലേ? നമ്മള് കൊട്ടാരക്കര ടൗണിൽ പോയി. കൊട്ടാരക്കര ടൗണിൽ പോയപ്പോ നിങ്ങൾ അതിൽ നടന്നു പോകുമ്പോ കുറെ ആൾ വട്ടത്തിൽ നിൽക്കുന്നു. ആദ്യം ഒരാൾ ഒച്ചത്തിൽ എന്തോ സംസാരിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഒരാള് ഒരു കളർ വെള്ളമുള്ള ഒരു ഗ്ലാസ്സിൽ 10 രൂപയുടെ നോട്ട് ഇട്ടിട്ടുണ്ട്. കളർ ഇല്ലാത്ത വെള്ളത്തിലും 10 രൂപയുടെ നോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അയാള് കൈയടിച്ചിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യൂ? എന്തു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോരുവോ? നിങ്ങൾ ആളെ ഇടയിലൂടെ തല കുത്തി കയറ്റിയിട്ട് നോക്കൂലേ? അതാണ് ആകാംക്ഷ. മനസ്സിലായോ? അറിയാനുള്ള ആകാംക്ഷ. ഇതുകൊണ്ടാ മനുഷ്യൻ. എന്നാൽ റോഡിലൂടെ ഒരു ജാഥ കടന്നു പോകുന്നു. ജാഥ കടന്നു പോകുമ്പോ അമ്പലപ്പറമ്പിൽ പെയ്യുന്ന ഒരു കാളാണ്. എന്തെന്നാ അത് ജാഥ? ആരാ ഇത് നടത്തുന്ന ഒന്നും നോക്കുവോ?
ഒച്ച കേട്ടാൽ ഒന്ന് തലകുതിച്ച് നോക്കും. നോക്കി കഴിഞ്ഞിട്ട് അത് ബാക്കി മെയ്യും. അത് മൃഗമാണ്. നിങ്ങളോ അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരായി? മൃഗമായി. എന്നാൽ അതെന്താണെന്ന് അറിയാൻ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ ആരായി? മനുഷ്യരായി. ആകാംക്ഷയുണ്ടാക്കുക, ജിജ്ഞാസയുണ്ടാക്കുക, അറിവ് നേടാൻ ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മക്കളെ നിങ്ങളുടെ ഉത്തരം ശേഖരിക്കുന്ന പ്രക്രിയ നിങ്ങൾക്ക് ആനന്ദകരമായി മാറും. പുതിയ 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 കാര്യങ്ങൾ അറിഞ്ഞല്ലോ, അറിഞ്ഞറിഞ്ഞ് വരുമ്പോ ഒരു മാജിക് കാണുന്നത് പോലുള്ള ആനന്ദം നിങ്ങൾക്ക് കിട്ടും. പുതിയ പുതിയ അറിവുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ്. അതുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന് ഓർമ്മിക്കുക. രണ്ടാമത്തെ കാര്യം ചോദ്യങ്ങൾ ചോദിക്കുക. മനസ്സിലായോ? ചോദ്യം ചോദിക്കുന്ന കുട്ടികളാവുക. അതുകൊണ്ട് ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഉത്തരം പറഞ്ഞ 10-25 കുട്ടികളില്ലേ, ആ കുട്ടികൾക്ക് ഒരു കയ്യടി കൊടുക്കുക. ആ കയ്യടിച്ചവരെല്ലാം നാളെ മുതൽ ചോദ്യങ്ങൾ ചോദിക്കണം. ആരോടാ ചോദിക്കേണ്ടത്? ആദ്യം ചോദിക്കേണ്ടത് അവനവനോടാണ്. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാണാണ്ടായി പോയാൽ ഉടൻ തന്നെ നിങ്ങളുടെ സ്വഭാവം എന്താണെന്നറിയോ? അമ്മേ എന്റെ പാവാടി എടുത്തോ, അമ്മേ എന്റെ ട്രൗസർ എടുത്തോ. ഇതെല്ലാം നിങ്ങൾ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടത്. പക്ഷേ അമ്മയോട് ചോദിക്കും, അച്ഛനോട് ചോദിക്കും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ സ്വയം ആലോചിക്കുക. ഇന്നലെ ഞാൻ ഏടിയ ട്രൗസർ അയച്ചു വെച്ച് കക്കൂസിന്റെ മുമ്പ് അയച്ച എന്ന് ആലോചിച്ചിട്ട് അവനവനോട് ചോദിക്കുക ആദ്യം. മനസ്സിലായോ? രണ്ടാമത് അച്ഛനമ്മമാരോട് ചോദിക്കുക. മൂന്നാമത്തത് ഗുരുനാഥന്മാരോട് ചോദിക്കുക, അധ്യാപകരോട് ചോദിക്കുക. നാലാമത് നാട്ടുകാരോട് ചോദിക്കുക. അഞ്ചാമത് പ്രകൃതിയോട് ചോദിക്കുക. പ്രകൃതിയിൽ ശ്രദ്ധിക്കുക. അല്ല മാഷന്മാരോട് ചോദിക്കുക എന്ന് പറഞ്ഞപ്പോ ഇങ്ങനൊരു പ്രശ്നം അത് കിട്ടുവാ. ശരി, നിങ്ങൾ ട്രൗസർ ഇട്ട് തന്നെ നിൽക്കുക. കാരണം ഞാൻ ട്രൗസർ ഉദാഹരണം പറഞ്ഞ അപ്പൊ നിങ്ങൾ ട്രൗസർ കാണാത്തതിന് മാസോട് ചോദിക്കാനല്ല പറഞ്ഞേ, ചോദ്യം ചോദിക്കണ്ട. അപ്പൊ നിങ്ങൾ ഈ ട്രൗസർ എന്ന് പറയുമ്പോൾ പിന്നെ ആ ട്രൗസർ തന്നെ ചോദ്യം ചോദിക്കേണ്ടത് ആരോട്? ചോദ്യം ഒന്ന് നിങ്ങൾ അവനവനോട് ചോദിക്കുക, രണ്ട് അച്ഛനമ്മമാരോട് ചോദിക്കുക, മൂന്ന് അധ്യാപകരോട് ചോദിക്കുക, നാല് കൂട്ടുകാരോട് ചോദിക്കുക, അഞ്ച് ഈ ലോകത്തുള്ള മറ്റു പണ്ഡിതന്മാരോട് ചോദിക്കുക, പുസ്തകങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയോട് ചോദിക്കുക. പ്രകൃതിയോട് ചോദിച്ചാൽ പല ചോദ്യത്തിനും ഉത്തരം കിട്ടും. നിങ്ങൾ എന്താണ് ഹേ പ്രകൃതി, നീ എന്താ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടത്തിയത്? എന്താ പൊട്ടിയത്? അപ്പോ പ്രകൃതി പറയും, എനിക്ക് ആ വയനാട്ടിൽ താമസിക്കുന്ന മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുള്ള ഒരു മനുഷ്യരോടും എനിക്കൊരു വെറുപ്പുണ്ടായിരുന്നില്ല. ആ പ്രകൃതി പറയും, എനിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ മഴ പെയ്തിട്ട് എനിക്കിത് പിടിച്ചു നിർത്താൻ പറ്റണ്ടേ? നിങ്ങളുടെ തലയിൽ 50 കിലോ വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അവിടെ 100 കിലോ വെച്ച് തന്നാൽ നിങ്ങൾ ഉരുണ്ടുപോകൂലേ? അതുപോലെ ആ മഴ പറഞ്ഞു, എനിക്ക് താങ്ങുന്നതിനേക്കാൾ കൂടുതൽ മഴ പെയ്തു. ആ മഴ പെയ്തപ്പോ ഞാൻ ഊരിപ്പോയി. ആ ഊരിപ്പോയപ്പോ ആ വൈദ്യുത ആളെല്ലാം ഒഴിച്ചുപോയി. അല്ലാതെ എനിക്ക് ആരോടും വിരോധം ഇല്ലാത്ത പ്രകൃതി പറയും. അപ്പൊ അടുത്ത ചോദ്യം, എങ്ങനെയാ കൂടുതൽ മഴ പെയ്ത്? ആ മഴ പെയ്തപ്പോ ആകാശത്തോട് ചോദിച്ചു, എന്താ മഴ നീ ഇങ്ങനെ കൂടുതൽ പെയ്ത്? അപ്പൊ ആകാശം പറഞ്ഞു, ഞാൻ എന്താക്കാനാ വിദ്വാനെ? കൂടുതൽ നീരാവി ആകാശത്തേക്ക് വന്നാൽ എനിക്കിത് സ്റ്റോക്ക് ചെയ്യാൻ വാട്ടർ ടാങ്ക് ഒന്നും ഇല്ലല്ലോ മേലെ. കൂടുതൽ നീരാവി വന്നാൽ കൂടുതൽ മഴയായിട്ട് താഴോട്ട് പോകും. അപ്പൊ കൂടുതൽ നീരാവി കടലിൽ നിന്ന് വരുന്നതിനാ കാരണം. അപ്പൊ കടലിനോട് ചോദിച്ചു, അതെന്താ കടലെ നീ കൂടുതൽ നീരാവി ഉണ്ടാക്കുന്ന? അപ്പൊ കടല് പറയാ, അയ്യോ ഞാൻ അങ്ങനെ ബോധപൂർവം തിളപ്പിച്ച് വിടുന്നതല്ല, സൂര്യന്റെ ചൂട് കൊണ്ട് എന്റെ നീരാവി ചൂടായിട്ട് മേലോട്ട് പോകുക. സൂര്യന്റെ ചൂട് ഇപ്പൊ കൂടുതലാ. അപ്പൊ സൂര്യനോട് ചോദിച്ചു, എന്താ സൂര്യ നിനക്കെന്താ പണ്ടത്തേനേക്കാൾ ഇങ്ങനെ ചൂട്? അപ്പൊ സൂര്യൻ പറയാ, പണ്ടത്തേക്കാൾ ഒരു ഫാരൻഹീറ്റ് ചൂട് പോലും ഞാൻ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നില്ല. പിന്നെ എന്താ, ഈ ഭൂമിയിലെ ചൂടിനെ തടഞ്ഞു നിർത്തി തണുപ്പിക്കാനുള്ള സംവിധാനം ഈ ഭൂമിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. ആ സംവിധാനത്തിൽ ആ വായുവിന്റെ അനുപാതത്തിൽ കണക്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ അത്? കാർബൺ സംയുക്ത വാതകങ്ങൾ വർദ്ധിച്ചപ്പോ എന്റെ ചൂടിനെ
കുറക്കാനല്ല, അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന വാതകമാണ് കാർബൺ. സൂര്യന്റെ ചൂടിനെ മറ്റു വാതകങ്ങൾ ആഗിരണം ചെയ്തിട്ട് ചൂട് കുറക്കും. എന്നാൽ കാർബൺ സംയുക്ത വാതകങ്ങൾ കൂടുതൽ ഉണ്ടാവുമ്പോ കാർബൺ സംയുക്ത വാതകങ്ങൾ ചൂടിനെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ റിഫ്ലക്ട് ചെയ്യുമ്പോ അന്തരീക്ഷതാപം കൂടിയപ്പോ നീരാവി കൂടിയപ്പോ ആകാശത്ത് മേഘങ്ങൾ കൂടിയപ്പോ ശക്തമായ മഴ പെയ്തപ്പോ ഒന്ന് ഉരുകി പോന്നു. മനസ്സിലായോ? അപ്പൊ അടുത്ത ചോദ്യം, എന്താ ഈ കാർബൺ സംയുക്ത വാതകങ്ങൾ കൂട്ടിയ? അപ്പോഴാണ് ഭൂമിജയിൽ പറഞ്ഞ് അതിന് ഉത്തരവാദി ആരാന്നറിയോ? നീ തന്നെയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം വണ്ടി എടുത്ത് ഓടിച്ചിട്ട് വായു ഫാക്ടറി അല്ലേ ഹരിതഗൃഹവാതകങ്ങൾ ഉണ്ടാവുന്നത് ഇതുകൊണ്ട് മാത്രമല്ല. നമ്മുടെ വയലുകളിൽ, നിങ്ങൾ കുട്ടികൾ പഠിക്കണം, വയലുകളിൽ കേവലം നെല്ലുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ആ വയലുകളിൽ കൃഷി ചെയ്യാതെ ആ വെള്ളം കെട്ടിക്കിടന്നാൽ അത് ഹരിതഗൃഹവാതകങ്ങൾ ഉത്പാദിപ്പിക്കും. അതുകൊണ്ട് വയലിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിലും വെറുതെ കളിച്ചിട്ടില്ലെങ്കിൽ അത് കാർബൺ സംയുക്ത വാതകങ്ങൾ ഉത്പാദിപ്പിക്കും. അപ്പോ കൃഷി ചെയ്യാതെ മണ്ണ് തരിച്ചിട്ട കർഷകൻ ഉത്തരവാദിയല്ലേ? അല്ലേ? വേണ്ടുന്നതിനും വേണ്ടാത്തതിനും വണ്ടിയെടുത്ത് ബൈക്കുമെന്ന് കറങ്ങുന്ന ആൾ ഉത്തരവാദിയല്ലേ? അല്ലേ? നമ്മുടെ വീട്ടിൽ വൃക്ഷങ്ങളുടെ ഇലകൾ വീണഴിഞ്ഞാൽ ആ ഇലയിൽ സൂര്യന്റെ ഊർജം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ ഊർജം നേരിട്ട് സസ്യങ്ങൾക്ക് കൊടുക്കാൻ ആ ഇലകൾ മണ്ണോട് ചേർക്കും. അത് എന്നിട്ട് നൈട്രജൻ ആയിട്ടും ഫോസ്ഫറസ് ആയിട്ടും പൊട്ടാഷ് ആയിട്ടും സസ്യങ്ങൾക്ക് കിട്ടും. എന്നാൽ ആ ഇലകളെ അടിച്ചുവായി കത്തിക്കുന്ന വെട്ടികളില്ലേ, കത്തിച്ചു കളഞ്ഞാൽ അതിന്റെ ഒരു മൂലകവും മണ്ണ് കിട്ടില്ല. കുറച്ച് ഫോസ്ഫറസ് കിട്ടും, കുറച്ച് വെണ്ണീര്, ബാക്കിയെല്ലാം നഷ്ടപ്പെടും. എന്നാൽ അത് കത്തിക്കുമ്പോ എത്രമാത്രം ചൂടാണ് ഈ അന്തരീക്ഷത്തിലേക്ക് ഉത്സർജനം ചെയ്യുന്നത്. അതും ആഗോളതാപനത്തിന് ഉത്തരവാദിയല്ലേ? അപ്പോ ആരാണ് ഉണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയ ഉത്തരവാദി? നമ്മളാണ്. മനസ്സിലായോ? അപ്പൊ പ്രകൃതിയോട് ചോദിച്ച ഉത്തരം കിട്ടൂലേ? പ്രകൃതിയോട് ചോദിക്കുക. അപ്പോ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളായി നിങ്ങൾക്ക് മാറണം. പിടിയോ? അത്തരത്തിൽ നിങ്ങളുടെ ബുദ്ധിശക്തി വളർത്തുക. ആ ബുദ്ധിശക്തിയാണ് ഇന്റലിജൻസ് ക്വോഷ്യന്റ്. മനസ്സിലായോ? IQ കേട്ടില്ലേ? അത് വളർത്തിയെടുക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോ എന്റെ ക്ലാസിന്റെ 6:1 സമയം 2:70. ബാക്കി 5 കാര്യങ്ങൾ കൂടി പറയട്ടെ. കേൾക്കാൻ റെഡിയാണോ? ഇന്റലിജൻസ് ക്വോഷ്യന്റ് മാത്രം വളർത്തിയാൽ പോരാ. അടുത്ത ക്വോഷ്യന്റ് ആണ് ഇമോഷണൽ ക്വോഷ്യന്റ്. എന്താ സാധനം? മനുഷ്യന് വികാരങ്ങളുണ്ടല്ലേ? ചിരിക്കണ്ടേ, കരയണ്ടേ, ദേഷ്യം വരണ്ടേ? പക്ഷേ ചിരിക്കേണ്ടടുത്ത് ചിരിക്കേണ്ട അളവിലേ ചിരിക്കാവോ? ചിരിക്കാൻ പാടില്ലാത്തടുത്ത് ചിരിക്കാവോ? കരയേണ്ടടുത്ത് കരയണ്ടേ? കരയാൻ പാടില്ലാത്ത കരയാവോ? ദേഷ്യം വരേണ്ടടുത്ത് ദേഷ്യം വരണ്ടേ? ദേഷ്യം വരാൻ പാടില്ലാത്തടുത്ത് ദേഷ്യം വരാവോ? ഇതാണ് ഇപ്പൊ ഇന്നത്തെ 3-4 ദിവസമായിട്ട് പത്രത്തിൽ വരുന്ന ഒരു വാർത്തയുണ്ട്. എന്താ? കേരളത്തിൽ SLC+2 കുട്ടികൾ പട്ടികൾക്ക് തുല്യമാകുന്നു. അതിന്റെ കാരണം പട്ടികള് ഒരർച്ചി കഷ്ണം കിട്ടിയാൽ പകുതി കുറിച്ച് നീ എടുക്കണോ, പകുതി എനിക്ക് നന്നേന്ന് പറയാൻ അറിയില്ല. അവർക്ക് ഒറ്റ മാർഗേ ഉള്ളൂ, കരി കൂടിയിട്ട് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവൻ ആരാണോ അവൻ ഇറച്ചി കഷ്ണം കൊണ്ടുപോകും. അല്ലേ? കടി കൂടുമ്പോ നമ്മൾ ആരാവും? പട്ടിയാവും. പേടിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളെ പേടിച്ചില്ല. എന്തൊരു സങ്കടമാണെന്നറിയോ? നിങ്ങളൊന്ന് ചെയ്തു കഴിയുമ്പോൾ പേടിച്ചിട്ട് അവന് സ്വയം അടങ്ങുമാതമാണെന്ന് പറയാം. നിങ്ങളെ പെറ്റുപോറ്റി വളർത്തിയ ആ അച്ഛനമ്മമാരെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കല്ല. അതുകൊണ്ട് നിങ്ങൾ മരിച്ചു കളയുമെന്ന വാക്ക് ഒരിക്കൽ പോലും മനസ്സിലായിരിക്കരുത് കേട്ടോ. ഞാൻ മരിക്കുമെന്ന ചിന്ത ഒരിക്കൽ പോലും ഉണ്ടാകും. നിങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് ഒരവകാശമില്ല, ഒരാളെ കൊല്ലാനും നിങ്ങൾക്ക് അവകാശമില്ല. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദേഷ്യത്തെ, വികാരത്തെ പ്രകടിപ്പിക്കാനും അടക്കാനും കഴിയണം. വേണ്ടേ? ചിരിക്കാനും ചിരിക്കാതിരിക്കാനും കഴിയണം. ചിരിക്കട്ടെ. ചില കുട്ടികളുണ്ട് ഇപ്പോൾ ഇവിടെ. ഞാൻ തമാശ പറയുമ്പോൾ ചില കുട്ടികളില്ലേ, ചില കുട്ടികള് പണ്ട് വോഡാഫോണിന്റെ മുമ്പിൽ ഒരു ഹച്ച് എന്ന് പറഞ്ഞൊരു ഫോൺ ഉണ്ട് ഇല്ലേ?
ആ ഹച്ച് ഫോണിന്റെ ഒരു പരസ്യത്തിന് അതിലൊരു മോഡലുണ്ട്, ഒരു പട്ടി മുഖം ഇങ്ങനെ ചുരുങ്ങിയിട്ടുള്ള ഒരു പട്ടി. അപ്പൊ ഞാനിടുന്ന തമാശ രീതിയിൽ പറയുമ്പോ ചില കുട്ടികൾ ആ പട്ടീനെ പോലെ നിൽക്കുക. ഈ ചിരിക്കാൻ മുട്ടിയിട്ട് ചിരിക്കാതിരുന്ന കുഴപ്പാ, കരയാൻ മുട്ടിയിട്ട് കരയാതിരുന്ന കുഴപ്പാ, അതുപോലെ വിസർജിക്കാൻ മുട്ടിയിട്ട് വിസർജിക്കാതിരുന്ന കുഴപ്പാ. മനസ്സിലായോ? അതുകൊണ്ട് ചിരിക്കണം, കരയണം. മനസ്സിലായോ? ചിരിക്കണം, കരയണം. എന്റെ നാട്ടിലൊരു സ്കൂളിൽ മാഷ് വയോജന ദിനത്തിന് ക്ലാസ് എടുക്കുക. വയോജന ദിനം എപ്പാന്നറിയാമോ? എപ്പോഴാ വയോജന ദിനം? നിങ്ങൾ ഒരുപാട് ദിനാചരണം നടത്തില്ലേ? വയോജന ദിനം എപ്പാന്നറിയില്ല? വയോജന ദിനവും ഗാന്ധിയായിട്ട് ബന്ധമുണ്ട്. ഗാന്ധി ജയന്തി അഹിംസാ ദിനം ഒക്ടോബർ 2, വയോജന ദിനം ഒക്ടോബർ 1. ഇനി മറന്നുകൊണ്ട് കേട്ടോ. വയോജന ദിനം ഒക്ടോബർ, ഗാന്ധി ജയന്തിയുടെ തലേ ദിവസം വയോജന ദിനം. ആ ഒക്ടോബർ 1 മാഷ് ക്ലാസ് എടുക്കുക. വയോജനങ്ങളെ സഹായിക്കണം, സ്നേഹിക്കണം, പരിഗണിക്കണം എന്നൊക്കെ ക്ലാസ് എടുക്കുക. അപ്പൊ ക്ലാസ് എടുക്കുമ്പോ മാഷ് ഒരു ഉദാഹരണം പറഞ്ഞു. പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കും, പക്ഷെ പച്ചപ്ലാവില ഓർക്കണം നീ ഒരു കാലം പഴുത്ത് വീഴും എന്ന് മാഷ് പറഞ്ഞപ്പോ ഒരു പയ്യനൊരു സംശയം. മാഷ് ഒരു സംശയം എന്താണ്? അത് ഈ പഴുത്ത പ്ലാവില വീഴുമ്പോ പച്ചപ്ലാവില ചിരിക്കാതിരുന്ന പഴുക്കാതിരിക്കുക. എന്തായാലും പഴുക്കൂല, ചിരിക്കുന്നല്ലേ അല്ലേ? മറ്റാരോ അടിച്ചപ്പോ ആദ്യം അടിച്ച ഒരാളുണ്ടല്ലോ, അയാളാണ് പ്രചോദിത കമ്പനമില്ലാതെ സ്വന്തമായ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള ആൾ. ബാക്കി എല്ലാവരും പ്രചോദിത കമ്പനത്തിന്റെ ഫലമായി തടിച്ചതാണ്. ഞാനിപ്പോ നിങ്ങൾ സുന്ദരന്മാരെ സുന്ദരികളെ എന്ന് വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ അതിന്റെ വാക്കർത്ഥത്തിൽ നിങ്ങൾ സുന്ദരനും സുന്ദരിയുമായി. എപ്പോഴാണ് നമ്മൾ സുന്ദരനും സുന്ദരിയുമാകുന്നത്? നമ്മുടെ ഹെയർ സ്റ്റൈൽ കൊണ്ടോ, നമ്മുടെ തൊലിവെളുപ്പ് കൊണ്ടോ, നമ്മുടെ മൂക്കിന്റെയും ചുണ്ടിന്റെയും ഷേപ്പ് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ സുന്ദരനാകുന്നത്. ധരം എന്നതിന് വായ, ദ്വാരം എന്നാണ് അർത്ഥം. സു എന്നതിന് നല്ലത് എന്നാണ് അർത്ഥം. അതെന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് പറഞ്ഞല്ല. സു എന്ന് പറഞ്ഞാൽ നല്ലതാണ്. സുധരം, പുഞ്ചിരിക്കുമ്പോഴാണ് നമ്മുടെ വായ ആവുന്നത്, നല്ലതാകുന്നത്. അപ്പൊ പുഞ്ചിരിക്കുന്നവരെല്ലാം സുന്ദരന്മാരും സുന്ദരികളുമാണ്. അത് ഞാനത് പറഞ്ഞപ്പോഴോ നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടായിരുന്നു. മറ്റുള്ളവരിൽ നിന്ന് പ്രചോദനമില്ലാതെ സ്വയം പുഞ്ചിരിക്കാൻ കെൽപ്പ് നേടാനാണ് നിങ്ങൾ മനുഷ്യരായത്. പക്ഷിമൃഗാദികൾ ആരും തന്നെ പുഞ്ചിരിക്കാറില്ല. ഉണ്ടോ? ഇല്ല. എപ്പോഴാണ് നമ്മൾ പുഞ്ചിരിക്കുന്നത്? നമ്മൾ പുഞ്ചിരിക്കുന്നത് വയറ് നിറയുമ്പോഴാണോ? അല്ല. മനസ്സിൽ നിന്ന് പുഷ്പം വിരിയുന്നതാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. മനസ്സിൽ നിന്ന് പുഷ്പം വിരിയുന്നതാണ് പുഞ്ചിരി. ബ്ലോസമിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ബ്ലോസമിങ്. ആ പുഞ്ചിരിയാണ് ദൈവത്തിലേക്കുള്ള വഴി. ദൈവത്തിലേക്കുള്ള വഴി അമ്പലത്തിന്റെ സോപാനങ്ങളല്ല. പുഞ്ചിരിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ആനന്ദത്തിന്റെ ദൈവികതയിൽ നിങ്ങൾ എത്തുക. കാരണം ലോകപ്രശസ്തനായ സാഹിത്യകാരൻ കസാൻഡ്രസാക്കിസിന്റെ ഒരു വരിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ വരി ഇങ്ങനെയാണ്: I asked to almond tree, sister, please say about God. Then the almond tree blossomed. എന്നാ പറഞ്ഞത്. മലയാളം പറയാം. ഞാൻ ആൽമോണ്ട് വൃക്ഷത്തോട് ചോദിച്ചു, സോദരി നീ എന്നോട് ദൈവത്തെ കുറിച്ച് സംസാരിക്കൂ എന്ന്. അപ്പോൾ ആൽമോണ്ട് വൃക്ഷം പുഷ്പിച്ചു. പുഷ്പിക്കുന്നത് ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ്. God is truth, truth is beauty. ആ ഗോഡിലേക്കുള്ള യാത്രയാണ് മനുഷ്യൻ. പിന്നെ ആ ഗോഡിനെ നമ്മൾ പലരും വിഗ്രഹത്തിലും അമ്പലത്തിലും ഒതുക്കിക്കളഞ്ഞാണ് പ്രശ്നം. ഈ പ്രപഞ്ചത്തോളം വളരാനുള്ള നമ്മുടെ ഉള്ളിലുള്ള ഇച്ഛാശക്തിയാണ് ദൈവികതയിലേക്കുള്ള നമ്മുടെ യാത്ര. ആ യാത്രയ്ക്ക് ഏറ്റവും എളുപ്പമായ മാർഗം എന്താണെന്ന് ഇന്ന് അവസാനിക്കുന്ന ഒരു മാസമുണ്ടല്ലോ. ഇന്ന് അവസാനിക്കുന്ന മാസം ഏതാ? കർക്കിടകം. കർക്കിടക മാസത്തിൽ പാരായണം ചെയ്യാറുണ്ടല്ലോ രാമായണം. ഈ രാമായണത്തിൽ രാമൻ ലക്ഷ്മണനോട് പറയുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശമാണ് രാമായണത്തിൽ ഏറ്റവും
വരികൾ. ആ വരികൾ എന്താണെന്നറിയുമോ? നിനക്ക് ആനന്ദവും മോക്ഷവും കിട്ടാൻ എന്താണ് മാർഗം? നീ അമ്പലത്തിൽ പോയിട്ട് ഭജനമിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണമെന്നല്ല പറഞ്ഞത്. നീ ഒരുപാട് സമ്പാദിക്കണമെന്നല്ല പറഞ്ഞത്. രാമൻ പറഞ്ഞത് ആകയാൽ മോക്ഷാർത്ഥിയാകി വിദ്യാഭ്യാസം ഏകാന്ത ചേതസാ ചെയ്യ വേണ്ടുന്നതും. ആകയാൽ മോക്ഷാർത്ഥിയാകി വിദ്യാഭ്യാസം ഏകാന്ത ചേതസ. ആ ഏകാന്ത ചേതസ, നിങ്ങൾ എല്ലാവരും വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, എല്ലാവരും സ്കൂളിൽ വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, നല്ലോണം മാർക്കും വാങ്ങുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയതിനേക്കാൾ നല്ല മാർക്ക് നിങ്ങളാണ് വാങ്ങുന്നത്. ഞങ്ങളെക്കാൾ സാമർഥ്യം നിങ്ങൾക്കാണുള്ളത്. കാരണം ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 600-ൽ 360 മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. നിങ്ങൾ അച്ഛനോടോ അപ്പൂപ്പനോടൊക്കെ ചോദിച്ചു നോക്കൂ, എത്രയാ മാർക്ക്? 600-ൽ 360 എന്ന് പറഞ്ഞാൽ 60% കിട്ടിയാൽ അന്ന് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്നാ പറയാ. അന്ന് 80% കിട്ടിയാൽ അന്ന് സ്കൂളിലെ രാജാവ, ഡിസ്റ്റിങ്ഷൻ എന്നാ പറയാ. എന്നാൽ ഇന്ന് ഫുൾ A+, 90, A 80, B+, 70, B 60 എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് വെറും B മാത്രം. B മാത്രം കിട്ടുന്ന കുട്ടികളുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒന്നിനെങ്കിലും A+ കിട്ടാത്ത കുട്ടികളില്ല. ഒരു വിഷയത്തിൽ A+ നഷ്ടപ്പെട്ടു പോയാൽ മതി അല്ലേ? മോനെ തോറ്റ മട്ടില്ല. അപ്പുറത്തെ രമേശൻ ചോദിക്കും, നിനക്ക് ഫുൾ A+ ഇല്ല എന്ന് ചോദിക്കും. ഈ ചോദിക്കുന്ന രമേശൻ പണ്ട് 600-ൽ 210 കിട്ടാണ്ട് തോറ്റ വിദ്വാനാ. മനസ്സിലായോ? അതാണ് ഇന്ന് എന്തൊരു പഠിപ്പാ മക്കളെ നിങ്ങൾ, എന്തൊരു ബുദ്ധിയാ. ഇങ്ങനെ ബുദ്ധിയാന്ന് എനിക്കിങ്ങനെ പറയാൻ കാരണം നിങ്ങളെ ദൂരെ ഒന്ന് നോക്കി കണ്ടിട്ടല്ല. 10ാം ക്ലാസ്സിലും +1-ലും +2-ലും പഠിക്കുന്ന 3 വർഷമായിട്ട് ഒരു കുട്ടിയുടെ നെഞ്ചിരിപ്പ് ഞാൻ ഏറ്റുവാങ്ങിയവനാ. 3 വർഷമായിട്ട് എന്റെ മകൻ ഇപ്പൊ +2 കഴിഞ്ഞതാ. അവൻ എന്റെ അടുത്ത് കിടക്കുമ്പോ ആ പരീക്ഷയുടെ കാലഘട്ടത്തിലുള്ള അവന്റെ നെഞ്ചിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. അവന്റെ വിഹ്വലതകളും പ്രതീക്ഷകളും എനിക്കറിയാം. ആ അറിവ് വെച്ചിട്ട് മക്കളെ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടത്. ഏകാന്ത ചേതസ, ഏകാന്തം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പഠിക്കാനല്ല, ഒറ്റക്കിരുന്നിട്ട് അവനവന്റെ മനസ്സിലേക്ക് തീർത്ഥയാത്ര നടത്തുമ്പോഴാണ് നിങ്ങളുടെ അറിവ് നിങ്ങളുടെ സ്വന്തം അറിവായി മാറുന്നത്. പരീക്ഷ കഴിഞ്ഞിട്ട് അധ്യാപകർക്ക് തിരിച്ചു കൊടുത്താൽ തീരുന്നതല്ല നിങ്ങളുടെ അറിവ്. നിങ്ങളുടെ അറിവ് പാഠപുസ്തകങ്ങളല്ല, നിങ്ങളുടെ അറിവ് ക്ലാസ് റൂം അല്ല. നിങ്ങളുടെ അറിവ് വീട്ടിലെത്തിയിട്ട് മറ്റെല്ലാറ്റിനോടുമുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ആ അറിവിലേക്ക് നിങ്ങൾ മാത്രമായി ഏകാന്തമായി ഇരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ സന്ദർഭം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് പുതിയ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്ക് ചോദിച്ചിൽ വരും അല്ലെ, അസ്വസ്ഥത വരും, എണീറ്റ് പോകണമെന്ന് തോന്നും. അപ്പുറത്ത് ഇടത്തും വലത്തും തിരിഞ്ഞ് വർത്തമാനം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം തോന്നും, ഇരിക്കണം നടക്കണം തോന്നും, നടക്കുമ്പോ ഇരിക്കണം തോന്നും. ഇതാണ് നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരാളുണ്ട്. അത് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ്. മറ്റു മൃഗാദി ജന്തുക്കൾക്കൊന്നും അറിയില്ല താൻ ആരാണെന്ന്. നായിക്കറിയോ നായിന്റെ പേര് നായിയാണെന്ന്? ഇല്ല. താൻ ആനയാണെന്ന് അറിയുന്ന ഒരാനയും ഈ ലോകത്തില്ല. എന്നാൽ നമുക്ക് മനുഷ്യനാണെന്നറിയാലോ. നമുക്ക് നമ്മുടെ പേരറിയാന്ന് മാത്രമല്ല, ലോകത്തിൽ സകല വസ്തുക്കൾക്കും പേരിട്ടത് നമ്മളാണ്. ദൈവത്തിനും പേരിട്ടത് നമ്മളല്ലേ. ദൈവത്തിന് ആരാ പേര് വിളിച്ച? ദൈവം ഞാൻ വിഷ്ണുവാണ്, ഞാൻ ശിവനാണെന്ന് പറഞ്ഞിട്ടല്ല, നമ്മൾ ഉണ്ടായതിനു ശേഷമേ ദൈവത്തിന് പേര് വിളിച്ചിട്ടുള്ളൂ അല്ലേ. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യൻ തന്നെ അറിയാം, തന്നെ നയിക്കാം. നിങ്ങളെ നയിക്കുന്ന ഒരു ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഞാനിപ്പോ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് മുമ്പിൽ ഇരിക്കുന്ന ആൾ പേടിക്കണ്ട, ഉത്തരം മുമ്പിൽ ഇരിക്കുന്ന ആളോടും ചോദിക്കൂല. ഉത്തരം ഞാൻ ചോദിക്കുക ഉത്തരം അറിയുന്നവരോട് മാത്രമാണ്. നമ്മുടെ മാഷന്മാർക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എന്താണെന്നറിയോ? ഉത്തരം അറിയാത്തവരോട് ആദ്യം ചോദിക്കുക, അറിയുന്ന ആളോട് ലാസ്റ്റേ ചോദിക്കും.
അത് ആദ്യം തന്നെ അറിയുന്ന ആളോട് ചോദിച്ചാൽ പിന്നെ ബാക്കിയുള്ള ആള് ടെൻഷൻ അടിക്കണ്ടല്ലോ, അല്ലേ? അപ്പൊ എന്റെ അഭിപ്രായം ഉത്തരം അറിയുന്നവരോട് മാത്രം ചോദിക്കുക എന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് ഉത്തരം അറിയുമെന്ന് എനിക്ക് മനസ്സിലാകുക? ഞാൻ ചോദ്യത്തിന്റെ ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം അറിയുന്നവർ കൈപൊക്കിയാൽ മതി, അവരോടെ ചോദിക്കൂ കേട്ടോ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ഉത്തരത്തെ പറ്റി ഡിസ്കഷൻ നടത്തരുത്. നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, കൈപൊക്കിയാൽ മതി. മനസ്സിലായോ? അപ്പുറത്തും ചോദിച്ചാൽ ഈ ഉദ്ദേശം ഒളിഞ്ഞു പോകും. മനസ്സിലായല്ലോ? അപ്പൊ തുടങ്ങാം. ഇതിൽ ഡ്രൈവിംഗ് അറിയുന്ന ആരും ഉണ്ടോ? ഡ്രൈവിംഗ് അറിയുന്ന ആരും ഉണ്ടോ? ഡ്രൈവിംഗ് അറിയാം. 2-3 കുട്ടികളുണ്ട്. ഇവിടെ ആരെങ്കിലും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേര് കേസെടുക്കും. കാരണം 18 വയസ്സാവാതെ ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ പേരിൽ കേസെടുക്കും. മനസ്സിലായില്ല? അതാ പോട്ടെ. ഡ്രൈവിംഗിന്റെ പ്രത്യേകത അറിയാമോ? ഡ്രൈവിംഗിന്റെ പ്രത്യേകത മറ്റൊരു തൊഴിലിനും ഇല്ലാത്തൊരു പ്രത്യേകത ഡ്രൈവിംഗിനുണ്ട്. ആ പ്രത്യേകത ലോകത്ത് കള്ളപ്പഴി എടുക്കാൻ പറ്റാത്ത ഒരൊറ്റൊരു പഴിയേ ഉള്ളൂ. അത് ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് ചെയ്ത് ഓടിക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഗിയർ മാറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? സ്റ്റിയറിംഗ് തിരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്ന പണിയാണ് ഡ്രൈവിംഗ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളിപ്പോ തൽക്കാലം എല്ലാവരും ഒരു വണ്ടി ഓടിക്കുകയാണെന്ന് വിചാരിക്കാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ നിങ്ങളെ പോലെ വിദ്യാർത്ഥിയായി സ്കൂളിൽ പഠിക്കുമ്പോ കെമിസ്ട്രി എടുക്കുന്ന ഒരു മെയിൻ ടീച്ചർ ഉണ്ട്. ഒരു ദിവസം പോലും ലേബറട്ടറി കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഒരു പരീക്ഷണം കാട്ടി തന്നിട്ടില്ല. ക്ലാസ് പ്രതീകങ്ങളിലൂടെ വിചാരത്തിലൂടെയാണ് ക്ലാസ് എടുക്കുക. വിരല് കാണിച്ചിട്ട് പറയും ഇതൊരു ടെസ്റ്റ് ആണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കിട്ടും എന്ന് വിചാരിക്കുക. എന്ത് രാസമാറ്റം സംഭവിക്കുന്നു കാലക്കേടിന് എന്നോടാ ചോദിച്ചേ. എന്റെ വയറ്റിന്ന് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കാൻ തുടങ്ങി. ഉത്തരവില്ല, വയറ്റുന്ന ഒരു പുകച്ചലുണ്ടാവുമല്ലോ. എന്നിട്ടും ഞാനൊരു ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞതിന്റെ പേരിൽ ടീച്ചർ എന്നെ ക്ലാസ് ഒന്ന് പുറത്താക്കി, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഉത്തരം പറഞ്ഞതിന്റെ പേരിൽ. കാരണം ഞാൻ പറഞ്ഞ ഉത്തരം ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക. എല്ലാം വിചാരിക്കണം. അതുകൂടി വിചാരിച്ച പോലെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളിപ്പോ എല്ലാവരും ഒരു വണ്ടി ഓടിക്കുകയെന്ന് വിചാരിക്കുക. വിചാരിച്ചല്ലോ? എങ്കിൽ ശ്രദ്ധിച്ചോ, കണക്ക് ശ്രദ്ധിച്ചോ. ഈ വണ്ടി 2 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ 4 ആള് കയറി. പിന്നെ 4 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ നിന്ന് 2 ആൾ ഇറങ്ങിപ്പോയി. പിന്നെയും വണ്ടി 5 കിലോമീറ്റർ ഓടിയപ്പോ അതിൽ 10 ആള് കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങിപ്പോയി. ഇനിയാണ് ചോദ്യം. ആരും ഉത്തരം പറയണ്ട, കൈപൊക്കിയാ മതി. ചോദ്യം ഒന്നും കൂടി പറയണോ? നിങ്ങൾ വണ്ടി 2 കിലോമീറ്റർ ഓടിയപ്പോ 4 ആൾ കയറി. 4 കിലോമീറ്റർ ഓടിയപ്പോ 2 ആൾ ഇറങ്ങി. 5 കിലോമീറ്റർ ഓടിയപ്പോ 10 ആൾ കയറി. 10 കിലോമീറ്റർ ഓടിയപ്പോ 5 ആൾ ഇറങ്ങി. ചോദ്യം ഇതാണ്, ഡിസ്കസ് ചെയ്യേണ്ട, ഉത്തരം അറിയിട്ട് കൈവക്കുക. ആ വണ്ടിയുടെ ഡ്രൈവറുടെ വയസ്സെത്ര? ഓക്കെ, മതി. സമയം കഴിഞ്ഞു. ഇനി ഡിസ്കഷൻ വേണ്ട. ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എനിക്ക് കൈവക്കണ്ട. 15 ആൾ കൈവക്കി. എനിക്ക് ചാൻസ് ഇല്ല. 15 ആൾ കൈവക്കി. കൃത്യം സംഖ്യ പറഞ്ഞോ. 15. അവിടെ 14. പറഞ്ഞോ. 15 പറയില്ലേ? 16, 17. ഓക്കെ, യെസ്. ഇവരെല്ലാം പറഞ്ഞ ഉത്തരം ശരിയാ. അവരെല്ലാം പറഞ്ഞത് അവരവരുടെ സ്വന്തം പൈസ. ഇവിടെ ഒരു 25 കുട്ടികൾ ഒഴിച്ച് മറ്റുള്ളവർക്കൊന്നും ഉത്തരം കിട്ടിയില്ല. എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാനെന്നറിയോ? ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. നിങ്ങളൊരു വണ്ടി ഓടിക്കാന്ന് വിചാരിക്കുക ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ? അപ്പൊ ആരാ ഡ്രൈവർ? നിങ്ങളാണ് ഡ്രൈവർ. അപ്പൊ ഉത്തരം എത്രയാ? നിങ്ങളുടെ വയസ്സാണ് ഉത്തരം. എനിക്ക് ഉത്തരം പറഞ്ഞ കുട്ടികളെ അല്ല വേണ്ടത്, ഉത്തരം പറയാത്ത കുട്ടികളെയാണ്. മനസ്സിലായോ? ഉത്തരം പറയാത്തവരെയാ. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാതിരുന്നത്. ഒന്ന്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. ആരോ ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യലാണ് മക്കളെ. നമ്മൾ മനുഷ്യർ മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടല്ലേ നമ്മുടെ രൂപവും ഭാവവും. നിങ്ങളെ പോലെ ആരും ഉണ്ടോ ലോകത്ത്?
അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം ഉണ്ടാക്കാനുള്ള ദൗത്യമാണ് പ്രകൃതിയോ ദൈവമോ പടച്ചാനോ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായ ഒരു പന്ഥാവുണ്ട്. ആ പന്ഥാവ് കണ്ടെത്താനാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം. അല്ലാതെ കോളേജിൽ പഠിച്ച് പ്ലേസ്മെന്റ് കിട്ടി, ജോലി കിട്ടി, ശമ്പളം വാങ്ങി, കൊട്ടാരം പോലത്തെ ഒരു വീടെടുത്ത്, കപ്പൽ പോലത്തെ ഒരു കാറും വാങ്ങി, വീടിന് ചുറ്റും മതിലും കെട്ടി ജോലിക്ക് പോവുക, വീട്ടിൽ വരിക, കക്കൂസ് പോവുക, വിസർജിക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, പിന്നെയും ജോലിക്ക് പോവുക, കക്കൂസ് പോവുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. എന്ത് കുന്തത്തിനാണോ മനുഷ്യനായി? വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായോ? എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ്. എന്നാൽ ആലയിൽ പണ്ട് പശുക്കളെ കെട്ടിയിടുന്ന കാലത്തിന് മുമ്പ്, മേച്ചിൽപ്പുറങ്ങളിലേക്ക് പശുക്കളെ തുറന്നു വിടുന്ന കാലത്ത്, ആലയിൽ ഇരിക്കുന്ന പശുക്കളെ രാവിലെ തുറന്നു വിട്ടാൽ ഏതെങ്കിലും പശു തീരുമാനിക്കുമോ ഇന്ന് ഞാൻ സുധാകരൻ കൈമളുടെ പറമ്പിൽ പോയിട്ട് പുല്ലുമേയണം എന്ന് തീരുമാനിച്ചിട്ട് പുറപ്പെടുമോ? മുന്നിലൊരു പശു ഒന്ന് നടക്കും, പുറകെ മറ്റു പശുക്കളും നടക്കും. എവിടത്തേക്കാ പോകുന്നതെന്നറിയില്ല, എവിടുന്നാ വന്നതെന്നറിയില്ല, എന്തിനാ പോകുന്നതെന്നറിയില്ല. വെറുതെ അങ്ങ് പോകുന്നു. മുന്നിൽ നടന്നീരിന ഗോതന്റെ പിണ്ടേകമിക്കും ബഹുഗോക്കളെല്ലാം. കുഞ്ചൻ നമ്പ്യാർ അതിനെ പറ്റി പാടിയതാണ്. മുന്നിൽ ഒരു പശു നടക്കും, പുറകെ ബാക്കി പശുക്കളും നടക്കും. ഇവിടെയുള്ള കുട്ടികൾ പലരും സ്വന്തമായ തത്വശാസ്ത്രമില്ലാത്തവരാണ്. എല്ലാവരും എന്താ ചെയ്യുന്നത്? എല്ലാവർക്കും ഏത് പാട്ടാ ഇഷ്ടം? ആ പാട്ട് ഞാൻ പാടുന്നു, ഇല്ലൂമിനാറ്റി ഇല്ലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടുന്നു, അല്ലേ? എല്ലാവരും ഏത് ട്രെൻഡാണ്? ആ ട്രെൻഡിൽ എല്ലാവരും ഓക്കെ തിന്നുന്നു, ഞാനും ഓക്കെ തിന്നുന്നു. എല്ലാവരും ലീസ് വാങ്ങി തിന്നുന്നു, ഞാനും ലീസ് വാങ്ങി തിന്നുന്നു. എല്ലാവരും മിരിന്റെ കുടിക്കുന്നു, ഞാനും മിരിന്റെ കുടിക്കുന്നു. ഇതൊന്നും തന്നെ നിങ്ങൾ സ്വന്തമായി തീരുമാനിച്ചതല്ല. പ്രചോദിത കമ്പനം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രചോദിത കമ്പനം എന്ന് പറഞ്ഞാൽ, പ്രചോദിത കമ്പനം എന്ന് പറഞ്ഞാല് നിങ്ങൾ ആരെങ്കിലും ഒരാൾ മൂത്രയിക്കുന്ന കണ്ട എല്ലാം പോയിക്കണം തോന്നില്ലേ? അത് പ്രചോദിത കമ്പനമാണ്. മനസ്സിലായോ? അതുപോലെ അത് ശരീരത്തിന്റെ പ്രക്രിയ. എന്നാൽ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്കില്ലേ? മറ്റു മൃഗങ്ങൾക്ക് ഇല്ലാത്ത ഒരു വസ്തുവാണ്, ഒരു പ്രതിഭാസമാണ് മനുഷ്യന് മാത്രമുള്ള മനസ്സ്. ആ മനസ്സ് മുൻപിൽ നടന്നുകൊണ്ട് എന്റെ ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കുന്ന ഭാവനകളുമായിട്ട് മുന്നോട്ട് പോകാൻ, മറ്റവരുള്ളവരാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ, പുതുവഴികൾ തേടാൻ നിങ്ങൾക്ക് ഇച്ഛാശക്തി ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യനായി തീരുന്നത്. എന്താണ് വിദ്യാഭ്യാസം? തിന്നാനുള്ള വക കണ്ടെത്താനല്ല, കിടന്നുറങ്ങാനുള്ള വീടുണ്ടാക്കാനല്ല വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂട്ടി മേലോട്ട് പോകാനാണ്. കൂട്ടുക. കൂട്ടുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? അല്ലേ? കൂട്ടുക എന്നതിന്റെ ചിഹ്നം എന്താ? അതാണ് A+ തന്നെ. എന്താ പ്ലസ്? എന്താ പ്ലസ് എന്ന് അറിയണം, കൃത്യമായിട്ട് അറിയണം. കൂട്ടണം. ഞാനൊരു ചെറിയ കുസൃതി ചോദ്യം ചോദിക്കാം. കൂട്ടുന്തോറും കുറഞ്ഞു വരുന്ന സാധനം എന്താ? കൂട്ടുന്തോറും കുറഞ്ഞു വരുന്ന സാധനം വഴിയോ പണമോ? വയസ്സ് കൂട്ടുമ്പോ എങ്ങനെ കുറയാ? കൂട്ടുന്തോറും കുറഞ്ഞു വരുന്ന സാധനം കറി. ചോറിനോട് കൂട്ടി കഴിക്കുന്തോറും കുറഞ്ഞു വരുന്നേ കറി. മനസ്സിലായോ? കൂട്ടുന്തോറും കുറഞ്ഞു വരുന്നത് കറി. എന്റെ നാട്ടിൽ കറിക്ക് പറയുന്ന വാക്ക് കൂട്ടാനാണ്. കൂട്ടാൻ. അതിന് കൂട്ടാൻ എന്ന പേര് വന്നത് ചോറിനോട് കൂട്ടുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? എന്താണ് കൂട്ടുന്നത്? പക്ഷിമൃഗാദികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, പക്ഷിമൃഗാദികൾ ഒന്നും കൂട്ടുന്നില്ല. അളന്നളന്ന് കൂട്ടുന്നില്ല. ബൈബിൾ വായിച്ചാലും കൊണ്ട് ഇവിടെ ബൈബിളിലെ ഒരു വചനമുണ്ട്, മലയാളത്തിലെ സിനിമാ പാട്ട്. ആകാശ
ലോകത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അളമളന്ന് കൂട്ടുന്നില്ല. അവര് മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് 3 ലക്ഷം വർഷമായിട്ടു കേട്ടോ. ഇത്രയും 3 ലക്ഷം വർഷം. മനസ്സിലായോ? നമ്മുടെ യുഗങ്ങളുടെ കണക്ക് പ്രകാരം കലിയുഗത്തിന്റെ മുമ്പിൽ ദ്വാപരയുഗം, ദ്വാപരയുഗത്തിന്റെ മുന്നിൽ ത്രേതായുഗം. അപ്പൊ ത്രേതായുഗത്തിൽ രാമൻ ജനിച്ചത് യുഗത്തിന്റെ കണക്ക് കൂട്ടിയാല് എത്ര കൊല്ലം മുമ്പാണ്? ഒരു 5-8 ലക്ഷം വർഷം മുമ്പാ. എന്നാൽ 3 ലക്ഷം വർഷമായിട്ടും മനുഷ്യരുണ്ടായി. അതിന് 5-8 ലക്ഷം വർഷം മുമ്പ് ജനിച്ചു രാമൻ എന്നാണ് അതിലെ കണക്ക്. ആ കണക്കെല്ലാം പണ്ടത്തെ പരിമിതമായി അറിവ് വെച്ചിട്ടുള്ള കണക്കാ. മനസ്സിലായോ? മനുഷ്യനുണ്ടാകുന്നതിനും 10 ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ ആനകൾ 10 ലക്ഷം വർഷം മുമ്പ് എങ്ങനെയാ ജീവിച്ചത്? അതുപോലെയല്ലേ ഇപ്പോൾ ജീവിക്കുന്നത്. തൃശൂർ പൂരത്തിന് ലക്ഷക്കണക്കിന് ആളുകള് ഇങ്ങനെ മൈതാനത്ത് സ്വരാജ് റൗണ്ടിൽ ഒത്തുചേരുമ്പോ പാറമേക്കാവി അമ്മയുടെ തിടമ്പും വടക്കുന്നാഥന്റെ തിടമ്പുമേന്തിയിട്ട് പുറത്തേക്ക് വരുന്ന ഈ ആനക്ക് ഇത്രയും മനുഷ്യക്കൂട്ടമുള്ള ആനക്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഒരു ട്രൗസർ കൊടുക്കണമെന്നുള്ള ചിന്തയില്ല. അന്നും ഇന്നും എന്നും ആനകളും കടുവകളും പുലിയും കോഴിയും കാക്കയും ഒരുപോലെ ജീവിക്കുന്നു. ഒന്നും പ്ലസ് അല്ല. മനസ്സിലായോ? എന്നാൽ നമ്മള് ഇങ്ങനെ അപ്പനപ്പൂപ്പന്മാരുടെ ബാല്യവും ഇപ്പോഴത്തെ ബാല്യവും ഒരുപോലെയാണ്. ഇവിടെ മാനേജറായിരിക്കുന്ന രാജേന്ദ്ര സാറിനോട് ചോദിക്കൂ, അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ നന്നായിട്ടൊരു ഡ്രസ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്ന നമ്മക്കെല്ലാം മര്യാദയ്ക്ക് ഒരു ട്രൗസർ ഉണ്ടാവില്ല, നല്ല കുപ്പായം ഉണ്ടാവില്ല, നല്ല ഭക്ഷണമില്ല. ഇന്ന് അതിനൊന്നും മുട്ടില്ലല്ലോ. ഇല്ല. എങ്ങനെയാ ഈ മുട്ട് തീർന്നത്? പ്ലസ്സായി. നമ്മൾ അധ്വാനിച്ചു, ചിന്തിച്ചു, ചിന്തയും അധ്വാനവും ചേർത്ത് കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് ഇന്ത്യ വളർന്നത്, നാട് വളർന്നത്. അപ്പൊ ഇന്ത്യ കണ്ടായി ആദ്യത്തെ എ+കാരനാരാന്നറിയാമോ? പ്രവൃത്തിയും ചിന്തയും കൂട്ടിച്ചേർത്തവൻ. അയാൾ സ്കൂളിലെ ഒരു പരീക്ഷയ്ക്കും ഫസ്റ്റ് ക്ലാസോ റാങ്കോ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് എ+ ഇല്ല. ഇന്ത്യയിൽ അദ്ദേഹം ചിന്തയും കർമ്മവും ചേർത്ത കരംചന്ദ് ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി.